ഹായ് ഫ്രണ്ട്സ്, NS നിധി സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ഭാഗത്തിലെ എല്ലാ ചാപ്റ്റേഴ്സും പറഞ്ഞിരുന്നു. ഇന്ന് ഭാഗം 2 അതിൽ ആദ്യത്തെ ചാപ്റ്റർ അലോഹ സംയുക്തങ്ങളാണ്. അലോഹ സംയുക്തങ്ങളിൽ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അമോണിയയാണ്. അമോണിയയെ പറ്റി ഉള്ള ആദ്യത്തെ പ്രത്യേകതകളൊക്കെ ആദ്യം ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ ഒക്കെ നോക്കാം. അമോണിയ എന്ന് പറയുന്ന ഒരു വാതകാവസ്ഥയിൽ ഇരിക്കുന്ന സംയുക്തമാണ്. രൂക്ഷഗന്ധമുണ്ട്, നിറമില്ല, ജലത്തിൽ നന്നായി ലയിക്കും, ബേസിക ഗുണമുള്ളതാണ്. ഇത്രയും പ്രത്യേകതയാണ് അമോണിയയ്ക്കുള്ളത്. ഇത് അമോണിയയെ ഇതുവരെ നമുക്ക് ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലാബോറട്ടറിയിൽ എങ്ങനെ അമോണിയ നിർമ്മിക്കാമെന്നുള്ളതാണ്, പരീക്ഷണശാലയിൽ. അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കണം. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ചേർത്താണ് അമോണിയ ലാബോറട്ടറിയിൽ ഉണ്ടാക്കുന്നത്. അതിന്റെ ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നോക്കി, അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കി കഴിഞ്ഞിട്ട് ഇവ തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന അമോണിയ വാതകം ഇവിടെ ഒരു ശോഷക സ്തംഭം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടി കടത്തി വിടുന്നുണ്ട്. ആ സ്തംഭത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിലൊരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം കാൽസ്യം ഓക്സൈഡ്. ഈ കാൽസ്യം ഓക്സൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് പ്രവർത്തിച്ചു വരുന്ന അമോണിയയിൽ ജലാംശമുണ്ട്. ഈ ജലാംശത്തെ നീക്കം ചെയ്യാനാണ് ഈ കാൽസ്യം ഓക്സൈഡിനകത്തെ കൂടി ഈ ശോഷക സ്തംഭത്തിൽ കൂടി കടത്തിവിടുന്നത്. അതിനുശേഷം ഇവിടുന്ന് പ്രവർത്തിച്ചു വരുന്ന അമോണിയ വാതകത്തെ ശേഖരിച്ചിരിക്കുന്നത് കാണാം. ഈ ജാറ് കമഴ്ത്തി വെച്ചിട്ടാണ് അതിനെ ശേഖരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജാറ് കമഴ്ത്തി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതിനാൽ അത് വേഗം മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് അതിനെ ഈ ഒരു ടെസ്റ്റ് ട്യൂബ് കമഴ്ത്തി വെച്ചിട്ട് അമോണിയയെ ശേഖരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രത്യേകതയും കൂടെ കിട്ടി, അമോണിയയ്ക്ക് സാന്ദ്രത വായുവിനേക്കാൾ കുറവാണ്. ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടി പ്രവർത്തിച്ചു കഴിയുമ്പോൾ കാൽസ്യം ക്ലോറൈഡും വാട്ടറും അമോണിയമാണ് കിട്ടുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ നല്ലതായിട്ട് ബാലൻസ് ചെയ്ത് കാണാതെ എഴുതാനായിട്ട് പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ നീറ്റുകക്ക എന്നാണ് കാൽസ്യം ഓക്സൈഡിന്റെ മറ്റൊരു പേര്. ഈ നീറ്റുകക്കയിലൂടെ എന്തിനാണ് കടത്തിവിടുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ജലാംശത്തെ നീക്കം ചെയ്യാനാണെന്ന് പറയണം. അപ്പോൾ അതിൽ നിന്നും നമ്മളുടെ നീറ്റുകക്കയ്ക്ക് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അമോണിയയിൽ അടങ്ങിയിട്ടുള്ള ജലാംശം നീക്കം ചെയ്യാനാണ് നീറ്റുകക്കയിലൂടെ അമോണിയയെ കടത്തിവിടുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ജലത്തിൽ നന്നായി ലയിക്കുന്നു എന്നുള്ളതിന്റെ പരീക്ഷണമാണ്. നിങ്ങൾക്കറിയാം, ജലധാര പരീക്ഷണമാണ്. അമോണിയയുടെ ജലത്തിലെ ലേയത്വം കാണിക്കുന്നതിനുള്ള പരീക്ഷണമാണിത്. അതിൽ മറ്റൊരു കാര്യം, അമോണിയ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ഈ ഒരു സമവാക്യം കൂടെ നോക്കിയേക്കണം. NH3+H2O gives NH4OH. അമോണിയ ജലത്തിൽ ലയിക്കുമ്പോൾ കിട്ടുന്ന സംയുക്ത അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ഈ പരീക്ഷണം ഞാൻ കൃത്യമായി പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ ആ പരീക്ഷണം എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അമോണിയയുടെ ജലത്തിലെ ലേയത്വം കാണിക്കുന്നതിനുള്ള പരീക്ഷണമാണ് ജലധാര പരീക്ഷണം. ഇനി ഇവിടെ അമോണിയയുടെ പ്രത്യേകത ഇവിടെ എഴുതിയിട്ടുണ്ട്. നിറമില്ല, ഗന്ധം, രൂക്ഷഗന്ധമാണുള്ളത്, ഗുണം, ബേസിക ഗുണമാണ്, ജലത്തിൽ നന്നായി ലയിക്കുന്നു, അതായത് ലേയത്വം വളരെ കൂടുതലാണ്. അതേപോലെ വായുവിനേക്കാൾ കുറവാണ് അമോണിയയുടെ സാന്ദ്രത. ഇനി അടുത്തത് ഇവിടെ അമോണിയയുടെ ഗാഢലായനി. ഇതൊക്കെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അമോണിയയുടെ ഗാഢജലീയ ലായനിയെ വിളിക്കുന്ന പേരാണ് ലിക്വർ അമോണിയ എന്നുള്ളത്. അതേപോലെ തന്നെ ഈ അമോണിയയെ നമുക്ക് കൂടുതൽ മർദ്ദം ഉപയോഗിച്ചിട്ട് ദ്രവീകരിക്കാം. അങ്ങനെ ദ്രവീകരിച്ച അമോണിയയെ വിളിക്കുന്ന പേരാണ് ലിക്വിഡ് അമോണിയ എന്ന് പറയും. ലിക്വിഡ് അമോണിയ. അപ്പൊ രണ്ടെണ്ണം മറന്നു പോകരുത്. ഗാഢലായനി, അമോണിയ കുറച്ച് മാത്രം ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന ഗാഢജലീയ ലായനിയാണ് ലിക്വർ അമോണിയ. അതേപോലെ തന്നെ ദ്രവീകരിച്ച അമോണിയ വിളിക്കുന്ന പേരാണ് ലിക്വിഡ് അമോണിയ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇനി ഉപയോഗങ്ങളുണ്ട്. 1-2 ഉപയോഗങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അമോണിയം സൾഫേറ്റും അമോണിയം ഫോസ്ഫേറ്റും ഒക്കെ രാസവളങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഐസ് പ്ലാന്റുകൾ, ശീതീകാരിയായിട്ട് ടയലുകൾ, ജനലുകൾ, അതുകൂടാതെ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകാം. അതേപോലെ തന്നെ ഇനി ഈ അമോണിയത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംയുക്തമാണ് അമോണിയം ക്ലോറൈഡ് എന്നുള്ളത്. അപ്പൊ ഇവിടെ അമോണിയം ക്ലോറൈഡ് ഈ ഒരു ഇക്വേഷൻ പല രീതിയിലാണ് ഇത് ചോദിക്കുന്നത്. അമോണിയ വാതകം എടുത്തിട്ട് അത് ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകവുമായിട്ട് പ്രവർത്തിപ്പിച്ചാൽ കിട്ടുന്ന ഉൽപ്പന്നത്തിന്റെ പേരെന്താണ്? ഇത് മുഴുവൻ ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി. NH3യും HCl ചേരുമ്പോൾ NH4Cl. അതിന്റെ പേരാണ് അമോണിയം ക്ലോറൈഡ്. അത് നിങ്ങൾക്ക് ഇവിടെ ഒരു പരീക്ഷണമൊക്കെ തന്നിട്ടുണ്ട്. ഇതേണ്ട HCl മുക്കിയ പഞ്ഞി ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു കോർക്ക് വെച്ച് അടച്ചിട്ടുണ്ട്. അത് കൂടാതെ അമോണിയ ലായനിയിലും ഒരു പഞ്ഞി മുക്കിയിട്ട് അത് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ഒരു കോർക്ക് വെച്ച് അടച്ചിട്ടുണ്ട്. കുറേ സമയം കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ നല്ല വെളുത്ത കട്ടിയുള്ള ഒരു പുക കാണാൻ പറ്റും. അതാരാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. അതായത് HClഉം അമോണിയ NH3യും കൂടെ കൂടിച്ചേർന്നുണ്ടാകുന്ന ആ വെളുത്ത വസ്തുവിന്റെ പേരാണ് എന്ത്? അമോണിയം ക്ലോറൈഡ്. അതാണ് വെളുത്ത കട്ടിയുള്ള പുകയായിട്ട് വരുന്നത്. പല രീതിയിൽ അത് ചോദിക്കാം. തൊട്ട് താഴെ നോക്കിക്കേ, ഇക്വേഷൻ ഒക്കെ ഇതാണോ? അമോണിയം ക്ലോറൈഡ്, അതിനെ ചൂടാക്കുമ്പോൾ കിട്ടുന്ന 2 വസ്തുക്കൾ, അമോണിയ വാതകവും ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകവും. ഇനി അത് തിരിച്ചും എഴുതാം. അതിന്റെ തൊട്ട് താഴെ അത് തിരിച്ചെഴുതിയിട്ടുണ്ട്, കണ്ടോ? NH3+HCl gives NH4Cl. അപ്പോൾ ഇത് 2 രീതിയിൽ നടക്കും. അമോണിയം ക്ലോറൈഡ് വിഘടിച്ചാൽ ഇവർ രണ്ടുപേരും ഉണ്ടാകും. ഇവർ രണ്ടുപേരെ കമ്പൈൻ ചെയ്താൽ അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ആ ഇക്വേഷൻ പോകുന്നത് മറ്റൊരു രീതിയിലേക്കാണ്. നോക്കി, ഇവിടെ അമോണിയം ക്ലോറൈഡ് എടുത്തു, ഒരു ഡബിൾ ഹെഡഡ് ആരോ ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് ആദ്യം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ അത് വിഘടിച്ച് അമോണിയയും HClഉമായിട്ട് മാറും. അതാണ് ഈ മുകളിലുള്ള ഒരു ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത്. ആ ആരോ മാർക്കിന്റെ ആ പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പുരോപ്രവർത്തനം. അതായത് അഭികാരകം, അതായത് അമോണിയം ക്ലോറൈഡ് പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനം
അമോണിയയും HCl-മായി മാറുന്ന പ്രവർത്തനമാണ് പുരോപ്രവർത്തനം എന്ന് പറയും. ഇനിയും മറ്റൊരു പ്രവർത്തനമുണ്ട്, താഴെ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് പശ്ചാത്പ്രവർത്തനം എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ ഉൽപ്പന്നങ്ങൾ രണ്ടെണ്ണം, അമോണിയയും HCl-ഉം കൂടി ചേർന്ന് എന്തായി മാറും? അമോണിയം ക്ലോറൈഡായി മാറും. തിരിച്ചിങ്ങോട്ട് നടക്കുന്ന പ്രവർത്തനം, അതിനെ പശ്ചാത്പ്രവർത്തനം എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്, പുരോപ്രവർത്തനവും പശ്ചാത്പ്രവർത്തനവും. ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഈ രാസപ്രവർത്തനത്തെ മുഴുവൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉഭയദിശാ പ്രവർത്തനം. ഉഭയദിശ എന്ന് പറയുമ്പോൾ ഇരുവശങ്ങളിലേക്ക് നടക്കുന്ന പ്രവർത്തനമാണ് എന്ത്? ഉഭയദിശാ പ്രവർത്തനം. ഈ ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ അമോണിയം ക്ലോറൈഡ് ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ഉപ്പ് പോലെയാണ്, പൊടി പോലെ ഇരിക്കുന്നത്, അത് സോളിഡ് ആണ് എന്ന് പറയുമ്പോൾ ഖരാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ S എന്ന് എഴുതിയിരിക്കുന്നത്. ചൂടാക്കുമ്പോൾ കിട്ടുന്ന രണ്ടെണ്ണം വാതകമാണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ G എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഉഭയദിശാ പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. ഇതിപ്പോ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുണ്ട്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ 3 ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇത് 3 പഠിച്ചു വെച്ചേക്കണം, പ്രത്യേകതകൾ. ഉഭയദിശ, ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉഭയദിശാ പ്രവർത്തനം പറയും, പുരോപ്രവർത്തനം, പശ്ചാത്പ്രവർത്തനം പറയും. ഇരു ദിശകളിലേക്ക് നടക്കുന്നതാണ് ഉഭയദിശാ പ്രവർത്തനം. അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്നതാണ് എന്ത്? പുരോപ്രവർത്തനം അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ. ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി തിരിച്ചു വരുന്നതിനാണ് പശ്ചാത്പ്രവർത്തനം, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു 3 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 3 പഠിച്ചു വെക്കണം. അതായത് ആദ്യത്തെ ഒരു ഉഭയദിശാ പ്രവർത്തന ഉദാഹരണമാണ് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന പ്രവർത്തനം. അത് നിങ്ങൾക്ക് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തരാം. അതായത് ഇവിടെ ഹേബർ പ്രക്രിയ എന്ന് പറയും. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് ഹേബർ പ്രക്രിയ. മറന്നു പോകരുത്. അപ്പോൾ അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷനും എന്തിന് ഉദാഹരണങ്ങളാണ്? ഉഭയദിശാ പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അതിൽ നൈട്രജനും ഹൈഡ്രജനും ചേർത്ത് കൂടി അമോണിയ ഉണ്ടാക്കും. ഇപ്പൊ 2 രീതിയിലുള്ള അമോണിയയുടെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു. ഒന്ന് ലാബോറട്ടറിയിൽ, അതായത് പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്നതാണ്. ഇതിപ്പോ ആദ്യം എഴുതിയേക്കുന്ന നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നത് വ്യാവസായികമായി അമോണിയ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ്. അതിന്റെ പേരും കൂടി പഠിച്ചു വെക്കണം. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ഹേബർ പ്രക്രിയ എന്ന് പറയണം. അതേപോലെ തന്നെ അടുത്ത് നോക്കിയേ, സൾഫർ ഡയോക്സൈഡും ഓക്സിജനോട് ചേർന്ന് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്നതും എന്താണ്? ഒരു ഉഭയദിശാ പ്രവർത്തന ഉദാഹരണമാണ്. അടുത്തത് ഹൈഡ്രജനും അയഡിനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാകുന്നത് ഉഭയദിശാ പ്രവർത്തനമാണ്. ഈ ആരോമാർക്ക് നോക്കിയാൽ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു ദിശകളിലേക്കും പ്രവർത്തനം നടക്കുന്നു. അപ്പൊ ഇരു ദിശകളിലേക്കും പ്രവർത്തനം നടക്കാത്തതിനെ അപ്പൊ നമ്മൾ എന്ത് വിളിക്കും? ഏകദിശാ പ്രവർത്തനം. കണ്ടോ, ഒരു ദിശയിലേക്ക് മാത്രം നടക്കുന്ന പ്രവർത്തനമാണ്. ചിലപ്പോൾ അതിനും ചോദിക്കാം ഒരു എക്സാമ്പിൾ. അപ്പൊ ഏതെങ്കിലും പറഞ്ഞാൽ അതിൽ സിമ്പിൾ ആയിട്ടുള്ളത് ഇവിടെ ഉണ്ട്, മുകളിൽ പറഞ്ഞേക്കുന്നതിനെ കൂടാതെ C+O2 CO2, അതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനും എഴുതാനും എളുപ്പം അല്ലെ. ഇനി മുകളിലുള്ളത് ഒരു ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചിട്ട് ജലവും ലവണവും ഉണ്ടാകുന്നതാണ്. ഇതിലേതെങ്കിലും ഏകദിശാ പ്രവർത്തനത്തിന് ഉദാഹരണമായിട്ട് എഴുതാം. അപ്പൊ ഏകദിശാ പ്രവർത്തനവും ഉഭയദിശാ പ്രവർത്തനവും നമ്മൾ പറഞ്ഞു. ഇനി ഇതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഗ്രാഫ് പരീക്ഷയ്ക്ക് തന്നിട്ട് ABC ഇതെന്തൊക്കെയാണെന്ന് അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ Y ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് രാസപ്രവർത്തനത്തിന്റെ നിരക്കാണ്, വേഗതയാണ്. ഇനി X ആക്സിസ് കൊടുത്തിരിക്കുന്നത് സമയമാണ്. ഇനി അതില് ഇവിടെ ഏറ്റവും മുകളിൽ നിന്നും ഇങ്ങനെ ഒരു കർവായിട്ട് വന്ന് ഇവിടെ വരെ എത്തുന്ന പ്രവർത്തനം പുരോപ്രവർത്തനത്തിന്റെ വേഗതയാണ്, നിരക്കാണ്. അതിനെ നമ്മൾ B എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പൊ പശ്ചാത്പ്രവർത്തനത്തിന്റെ ഈ ഒറിജിനിൽ നിന്നും ഇവിടെ വരെ വരച്ചേക്കുന്ന വരെയാണ്. അതിനെ നമ്മൾ പശ്ചാത്പ്രവർത്തനം C എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. കുറെ സമയം കഴിയുമ്പോൾ ഈ പുരോപ്രവർത്തനവും പശ്ചാത്പ്രവർത്തനവും ഒരു നിശ്ചിത പോയിന്റിലെത്തും. പിന്നീട് പ്രവർത്തനം നടക്കുന്നുണ്ട്, പക്ഷെ ഗ്രാഫ് എന്താണ്? നേരെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സന്തുലനാവസ്ഥ. ഈ അവസ്ഥ A എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ സന്തുലനാവസ്ഥ എന്ന് എഴുതണം. ഇത് എന്താണ് സന്തുലനാവസ്ഥ എന്ന് ചോദിച്ചാൽ പുരോപ്രവർത്തന നിരക്കും പശ്ചാത്പ്രവർത്തന നിരക്കും ഒരേ വേഗതയിലെത്തുന്ന, നിരക്ക് രണ്ടും തുല്യമാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സന്തുലനാവസ്ഥ. ഇപ്പൊ ഗ്രാഫ് Aയും Bയും Cയും എന്താണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ സന്തുലനാവസ്ഥയുടെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. Bയും Cയും ഓരോന്നും ഓരോ ഡെഫിനിഷനും, അതായത് പുരോപ്രവർത്തനം എന്താണ്, പശ്ചാത്പ്രവർത്തനം എന്താണ്, ഇതെല്ലാം ഡെഫിനിഷൻ പഠിച്ചു വെച്ചിട്ടേ പോകാവുള്ളൂ. അതേപോലെ പുരോപ്രവർത്തനം പശ്ചാത്പ്രവർത്തനത്തിന് നിരക്ക് തുല്യമാകുന്ന പോയിന്റിനെ ബിന്ദു ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ A എന്ന് പറയണം. ഇനി എന്താണ് രാസസന്തുലനം? അതിപ്പോ ഞാനിപ്പോ പറഞ്ഞു, പുരോപ്രവർത്തനത്തിന്റെയും പശ്ചാത്പ്രവർത്തനത്തിന്റെയും നിരക്ക് തുല്യമായി വരുന്ന ആ ഘട്ടം, ആ അവസ്ഥയാണ് രാസസന്തുലനം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് സന്തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ 4 പോയിന്റും പഠിച്ചു വെക്കണം. അപ്പോൾ ഒരു 5-6 പോയിന്റ് നിങ്ങൾക്ക് തന്നിട്ട് സന്തുലനാവസ്ഥയുടെ സവിശേഷതകൾ ഇതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഇത് വായിച്ച് പഠിച്ചിട്ടേ പോകാവുള്ളൂ. സന്തുലനാവസ്ഥയിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. പിന്നെ പശ്ചാത്പ്രവർത്തന നിരക്കുകൾ തുല്യമായിരിക്കും. രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണ്, ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ സമൃദ്ധ വ്യൂഹങ്ങളിലാണ് രാസസന്തുലനം നടക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടേ പോകാവുള്ളൂ. ഇനി അടുത്ത ലേഷാറ്റ്ലിയർ തത്വം മോഡലിന് ചോദിച്ചിരുന്നു. ലേഷാറ്റ്ലിയർ തത്വം എന്താണെന്ന്. അപ്പൊ സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യൂഹം, അതായത് ഇപ്പൊ അമോണിയ എടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ, അത് ഏതൊക്കെയാണ് മാറ്റം എന്ന് അവർ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഗാഢത, മർദ്ദം, താപനില, ഇവയിൽ എന്തെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ ഈ മാറ്റം മൂലം ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ആ ചേഞ്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യൂഹം ഒരു പുനഃക്രമീകരണം നടത്തും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലേഷാറ്റ്ലിയർ തത്വം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോ
അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ നോക്കിക്കേ, ഇതൊരു സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യൂഹമാണ്. നൈട്രജൻ ഹൈഡ്രജൻ ചേർത്ത് അമോണിയ ഉണ്ടാക്കുന്നത്. അതിൽ ഒരു ത്രാസാന്ന് വിചാരിക്കുക. ഈ ആരോ മാർക്ക് 2 ഉള്ളത് ത്രാസിന്റെ നടുക്കുവശമാണെന്ന് വിചാരിക്കുക. അതിന്റെ ഇടതുവശത്തും വലതുവശത്തും അളവുകൾ തുല്യമാകുമ്പോഴാണ് നമ്മൾ സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നൈട്രജന്റെ ഗാഢത കൂട്ടിയാൽ ഏത് പ്രവർത്തനമാണ് വേഗത്തിൽ നടക്കുന്നത്? ഇവിടെ ഇപ്പൊ നൈട്രജന്റെ അളവ് അങ്ങ് കൂട്ടുകയാണ്. ഈ ഇടത് സൈഡ് കൂട്ടിക്കൊടുത്താൽ ഇടത് സൈഡ് താന്നിരിക്കത്തില്ലേ? അപ്പൊ അത് എന്ത് ചെയ്യണം? സന്തുലനാവസ്ഥയിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡും കൂടി എന്ത് ചെയ്യണം? പ്രവർത്തിച്ച് ഒരുപോലെ അളവാകണം. അപ്പൊ ആ റൈറ്റ് സൈഡും കൂടി അളവ് കൂടാൻ എന്താ ചെയ്യേണ്ടത്? പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുകയല്ലേ വേണ്ടേ? അപ്പോൾ നൈട്രജന്റെ അളവോ ഹൈഡ്രജന്റെ അളവോ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുരോപ്രവർത്തന വേഗത കൂടും. അപ്പൊ ഇവിടുത്തെ എന്താണ് ടിക്ക് ചെയ്യേണ്ടത്? ഏതാണ്? പുരോപ്രവർത്തനമാണ് കൂടുന്നത്. ഇനി അമോണിയയുടെ ഗാഢത കൂട്ടിയാലോ? ഇനി വലതുവശത്ത് വന്നിട്ട് ഉൽപ്പന്നത്തിന്റെ ഗാഢത കൂട്ടിയാൽ എന്ത് ചെയ്യും? അപ്പൊ ഈ വലതുവശം അങ്ങ് താഴ്ന്നു പോകത്തില്ലേ? അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യണം? അത്ര അളവും കൂടെ തിരിച്ചു വരണം ഒരുപോലെ ആകണമെങ്കിൽ. അപ്പൊ ഏത് വേഗതയായിരിക്കും കൂടുന്നത്? പശ്ചാത് പ്രവർത്തന വേഗതയായിരിക്കും കൂടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇനി ഇതിൽ ആ ഒരു ഇക്വേഷനിൽ തന്നെ കൂടുതൽ ഹൈഡ്രജൻ ചേർക്കുന്നു, കൂടുതൽ അമോണിയ ചേർക്കുന്നു. അപ്പൊ കൂടുതൽ ഹൈഡ്രജൻ ചേർക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഹൈഡ്രജൻ കൂടുതൽ ഇടതുവശമാണ് അപ്പൊ കൂടി നിൽക്കുന്നത്. അപ്പൊ ഏത് നിരക്ക് കൂടും? പുരോപ്രവർത്തന വേഗത കൂടും. ഇനി അടുത്തത് അവർ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അമോണിയ ചേർക്കും, അല്ലെ? അപ്പോ എന്ത് ചെയ്യും? ഉൽപ്പന്നത്തിന്റെ അളവല്ലേ കൂടുന്നത്? അമോണിയ കൂടുതൽ ചേർക്കുന്നു. അപ്പൊ ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടും. ഉൽപ്പന്നത്തിന്റെ അളവ് കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? പശ്ചാത് പ്രവർത്തന വേഗതയാണ് കൂടുന്നത്. അപ്പൊ പുരോപ്രവർത്തന വേഗത എന്തായിരിക്കും? കുറയുന്നു എന്നാണ്, അല്ലെ? അപ്പൊ ഇവിടെ എല്ലാം എഴുതേണ്ടത് ഒന്നുകിൽ നിങ്ങൾ പുരോപ്രവർത്തന വേഗത കുറയുന്നു എന്ന് എഴുതുക, അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തന വേഗത കൂടുന്നു എന്ന് എഴുതുക. അടുത്തത് ഇവിടെ അമോണിയ നീക്കം ചെയ്യുന്നു. ഇത് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക്. അമോണിയ നീക്കം ചെയ്താൽ ഈ പ്രവർത്തനത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇന്ന് അമോണിയ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റൈറ്റ് സൈഡിലെ അളവ് കുറയും. അപ്പോൾ പുരോപ്രവർത്തന വേഗത എന്ത് ചെയ്യും? കൂടും. അപ്പോൾ അമോണിയ കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ത് ചെയ്താൽ മതി? കിട്ടുന്ന അമോണിയ മുഴുവൻ അപ്പോൾ നീക്കം ചെയ്താൽ മതി. അപ്പോൾ പുരോപ്രവർത്തന വേഗത കൂടിയിട്ട് അമോണിയ കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഉൽപ്പന്നത്തിന്റെ ഗാഢത എന്താണ്? അമോണിയ നീക്കം ചെയ്താൽ ഉൽപ്പന്നത്തിന്റെ ഗാഢത കുറയ്ക്കുന്നു, എന്നാൽ പുരോപ്രവർത്തന വേഗത എന്ത് ചെയ്യും? കൂടും. ഇനി കൂടുതൽ നൈട്രജൻ ചേർക്കുന്നു, അഭികാരകത്തിന്റെ ഗാഢത കൂടുന്നു, അപ്പോൾ എന്ത് ചെയ്യും? പുരോപ്രവർത്തന വേഗത കൂടുന്നു. ഇനി അവർ മിക്കവാറും ചോദിക്കുന്ന പുരോപ്രവർത്തന വേഗതയുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ വേഗത കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നു. അത് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ എഴുതണം. ഇനി സന്തുലനാവസ്ഥയും മർദ്ദവുമാണ്. ഈ പ്രക്രിയയുടെ പേര് നിങ്ങൾക്ക് അറിയാലോ, വ്യാവസായിക നിർമ്മാണ പ്രക്രിയ. അമോണിയയുടെ എന്തായിരുന്നു അത്? ഹേബർ പ്രക്രിയ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ സമവാക്യത്തില് അഭികാരക തന്മാത്രകൾ ആകെ എത്ര മോൾ ഉണ്ടെന്ന്. ലെഫ്റ്റ് സൈഡിൽ ഒന്നും ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 1 എന്ന് വിചാരിക്കുക. 1N2 + 3H2, അല്ലെ? അപ്പൊ രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും? 4. അപ്പൊ ഇവിടെ എത്ര മോളാണ് അഭികാരകം? ലെഫ്റ്റ് സൈഡിൽ മാത്രം 4 മോളാണ്. ഇനി ഉൽപ്പന്ന ഭാഗത്ത് എത്ര മോൾ ഉണ്ട്? വലതുവശത്തെ 2NH3. അപ്പൊ എത്ര മോളാണ്? 2 മോളാണ്. അപ്പോൾ ഈ അവിടെ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും ഒക്കെ എന്താണ്? വാതകങ്ങളാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവർ പറയുന്നുണ്ട്, പുരോപ്രവർത്തനത്തിൽ 4 മോൾ അഭികാരക തന്മാത്ര എന്തായി മാറി? 2 മോൾ ഉൽപ്പന്നങ്ങളായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കുറയുന്നു, അല്ലെ? ഇനി പശ്ചാത് പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾ നോക്കി, 2 മോൾ ഉൽപ്പന്നം എന്തായി മാറുന്നു? ഇടതുവശത്തെ കള്ളിയ പശ്ചാത് എത്രയായി മാറുന്നു? 4 ആയി മാറുന്നു. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് പശ്ചാത് പ്രവർത്തനത്തിൽ 2 മോൾ ഉൽപ്പന്നങ്ങൾ, ഇവിടെ ഈ ഡാഷുള്ളിടത്ത് എന്ത് എഴുതും? 2 മോൾ 4 മോൾ അഭികാരക തന്മാത്രയായി മാറുന്നു. അപ്പോൾ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, മർദ്ദം കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ബോയിൽ നിയമത്തിൽ പഠിച്ചതാണ്, മർദ്ദം കൂട്ടുമ്പോൾ വ്യാപ്തം കുറയും എന്നുള്ളത്, അല്ലെ? അപ്പോൾ ഇവിടെ ഈ ഒരു രാസപ്രവർത്തനത്തിൽ മർദ്ദം കൂട്ടിക്കൊടുത്താൽ നോക്കിയേ, മർദ്ദം കൂട്ടുമ്പോൾ വ്യാപ്തം കുറയണമെന്നല്ലേ പറയുന്നത്? ശരിയല്ലേ? ഇവിടെ വ്യാപ്തം എത്ര ഉണ്ട്? 2 ആണ്. ഇടതുവശത്തെ വ്യാപ്തം 3, 1, 4 അല്ലേ? അപ്പൊ 4 വ്യാപ്തം മർദ്ദം കൂട്ടിക്കൊടുത്താൽ എന്തായി മാറി? 2 ആയി കുറഞ്ഞു, അല്ലെ? മർദ്ദം കൂട്ടിക്കൊടുക്കുമ്പോൾ ഇടതുവശത്തെ 4 വ്യാപ്തം തന്മാത്രകൾ വലതുവശത്ത് വരുമ്പോൾ 2 വ്യാപ്തം തന്മാത്രകളായി കുറയുന്നു. അങ്ങനെയാണ് ആ സിസ്റ്റം, ആ വ്യൂഹം ആ മർദ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന് പ്രത്യേകമായിട്ട് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതേ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ലേഷാറ്റ്ലർ തത്വം അനുസരിച്ച് സന്തുലനാവസ്ഥയിലുള്ള വ്യൂഹത്തിൽ മർദ്ദം കൂട്ടിയാൽ വ്യൂഹം മർദ്ദം കുറച്ച് വീണ്ടും സന്തുലനാവസ്ഥ പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. അതെങ്ങനെയാണ്? വാതക വ്യൂഹത്തിൽ തന്മാത്രകളുടെ എണ്ണം കുറച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത് എന്ന് എഴുതണം. അപ്പോൾ ഈ ഒരു സമവാക്യത്തിൽ മർദ്ദം കൂട്ടിക്കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു? ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ലേഷാറ്റ്ലർ തത്വം അനുസരിച്ച് മർദ്ദം കൂട്ടുമ്പോൾ ഈ വ്യൂഹം ആ മർദ്ദം മൂലമുള്ള ചേഞ്ചിനെ ഇല്ലാതാക്കാൻ ഒരു പുനഃക്രമീകരണം ഇവിടെ നടത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വ്യാപ്തത്തെ കുറച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്, അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണത്തെ കുറച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. 4 വ്യാപ്തം വാതക തന്മാത്രകൾ 2 വ്യാപ്തം ഉൽപ്പന്ന തന്മാത്രകളായി മാറുന്നു. ഇങ്ങനെയാണ് ആ മർദ്ദത്തെ ഈ വ്യൂഹം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അത്രയും എഴുതണം. അപ്പൊ ഈ വാതക വ്യൂഹത്തിൽ തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് മർദ്ദം കുറയാൻ സഹായകമായി എന്നാണ് ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും പോയിന്റ് വളരെ പ്രധാനമാണ്. ഈ മർദ്ദം, പിന്നെ എന്താണ്, കോൺസെൻട്രേഷൻ, ഗാഢത, ഇതൊക്കെ കൂട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അമോണിയ നിർമ്മാണത്തിൽ ഏത് ദിശയിലേക്കുള്ള പ്രവർത്തനം നടക്കുമ്പോഴാണ് തന്മാത്രകളുടെ എണ്ണം കുറയുന്നത്? ഇതാണ് അമോണിയയുടെ നിർമ്മാണം. തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് ഏത് ദിശയിലേക്കുള്ള പ്രവർത്തനം നടക്കുമ്പോഴാണ്? പുരോപ്രവർത്തനം,
അല്ലെ. പുരോപ്രവർത്തനം നടക്കുമ്പോഴാണ് തന്മാത്രകളുടെ എണ്ണം കുറയുന്നതെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അതേപോലെ തന്നെ വ്യൂഹത്തിന്റെ മർദ്ദം കൂട്ടിയാൽ എന്ത് സംഭവിക്കുന്നു? മർദ്ദം കൂട്ടിക്കൊടുത്താൽ കൂടുതൽ അളവിൽ അമോണിയ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വ്യാപ്തം കുറയുന്നു. ഇവിടെ ഉണ്ടാകുന്ന അമോണിയ ഇപ്പൊ വ്യാപ്തം അനുസരിച്ച് പറയുകയാണെങ്കിൽ 2 വ്യാപ്തേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ അത് പെട്ടെന്ന് ഇവിടെ നിന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ പുരോപ്രവർത്തന വേഗത കൂടിക്കൊണ്ടേയിരിക്കും. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് അമോണിയയുടെ അളവ് കൂടുന്നു എന്നുള്ളത് കേട്ടോ. പിന്നെ വ്യൂഹത്തിന്റെ മർദ്ദം കുറച്ചാൽ നടക്കുന്ന രാസപ്രവർത്തനം എന്താണെന്നറിയാമോ? പശ്ചാത് പ്രവർത്തന വേഗതയാണ് കൂടുന്നത്. കൂടുതൽ അളവിൽ നമുക്ക് ഇവിടെ അമോണിയ ലഭിക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ ഈ കൂടുതൽ മർദ്ദം കൊടുത്താൽ ശരിക്കും പറഞ്ഞ ഹേബർ പ്രോസസ്സ് കൂടുതൽ മർദ്ദത്തിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ആ മർദ്ദം കൂട്ടിക്കൊടുത്താൽ മാത്രമേ ഈ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ അളവിൽ അമോണിയ നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടുന്ന് അമോണിയ നമ്മൾ അപ്പോഴപ്പോഴും മാറ്റി കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മർദ്ദമാണ്. ഈ മർദ്ദം കുറച്ചാൽ രാസപ്രവർത്തന വേഗത്തിൽ നടക്കത്തില്ല. അമോണിയ നിർമ്മാണത്തിൽ 150 മുതൽ കണ്ട ഈ വാല്യൂ ഓർത്തിരിക്കണം, 300 ATM വരെയുള്ള ഉയർന്ന മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. അതെന്തായിരിക്കും അതിന് കാരണമെന്ന് ചോദിച്ചാൽ, മർദ്ദം കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തന വേഗത കൂടുന്നു, പുരോപ്രവർത്തന വേഗത കൂടുകയാണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയ്ക്കാൻ വേണ്ടി തന്മാത്രകളുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന അമോണിയ അതാത് സമയത്തിൽ നീക്കം ചെയ്തുകൊണ്ടിരുന്നാൽ കൂടുതൽ അളവിൽ അമോണിയ ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ പുരോപ്രവർത്തന വേഗത കൂടുന്നതിനാൽ. അത്രയുമാണ് അതിന്റെ വിശദീകരണം. പിന്നെ ഇവിടെ അടുത്തത് വരുന്നത് അഭികാരക ഉൽപ്പന്ന ഭാഗത്തെ വാതകന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ലെങ്കിൽ, അതുകൊണ്ട് അത് നമ്മളൊന്ന് നോക്കാൻ പോവാണ്. അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞത് കാണിച്ചു തരാം. ഇവിടെ ഒരു 3-4 ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. മർദ്ദവുമായി ബന്ധമില്ലാത്ത ഒരു സമവാക്യം. ഇതാ ഇവിടെ നോക്കി, H2 + I2 gives 2HI. നിങ്ങൾ നോക്കിക്കേ, അഭികാരക തന്മാത്രകളുടെ ഭാഗത്ത് ഒരു H2 അല്ലെ, ഒന്നും ഇല്ലെങ്കിൽ ഒരു H2 + ഒരു I2, 1 2 ഇടതുവശത്ത്. വലതുവശത്ത് എത്ര ഉണ്ട്? 2. അപ്പൊ ഇടതുവശത്തും വലതുവശത്തും വ്യാപ്തം തുല്യമാണെങ്കിൽ ഇങ്ങനെയുള്ള രാസപ്രവർത്തനത്തിൽ മർദ്ദത്തിന് യാതൊരു സ്വാധീനവും ഉണ്ടാകില്ല. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. ചിലപ്പോൾ 1-2 ഇക്വേഷൻ തന്നിട്ട് ചോദിക്കും, ഇതിൽ മർദ്ദത്തിന് സ്വാധീനമുള്ള രാസ സമവാക്യങ്ങൾ ഏതൊക്കെയാണ്? മർദ്ദത്തിന് സ്വാധീനം ഉണ്ടെങ്കിൽ ഈ 3 മേളിലുള്ള 2 ഇക്വേഷനിലും മർദ്ദത്തിന് സ്വാധീനമുണ്ട്. എന്നാൽ രണ്ടാമത്തതിൽ എന്താണ്? മർദ്ദം കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യൂഹത്തിനൊന്നും സംഭവിക്കത്തില്ല. കാരണം ഇടതുവശത്തെ വ്യാപ്തവും വലതുവശത്തെ വ്യാപ്തവും എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് അടുത്തത്, അപ്പൊ ആ പ്രഷറിന് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഭാഗം നിങ്ങൾ രണ്ട് ഇക്വേഷനെങ്കിലും പഠിച്ചിട്ട് പോകണം. ഇനി അടുത്തത് സന്തുലനാവസ്ഥയും താപനിലയുമാണ്. ഇത് കണ്ട് ഈ ഒരു രാസപ്രവർത്തനം എന്ന് പറയുന്നത് താപത്തെ പുറത്തേക്ക് വിടുന്ന രാസപ്രവർത്തനമാണ്. താപത്തെ പുറത്തേക്ക് വിടുന്ന രാസപ്രവർത്തന പേരുണ്ട് എന്താ? താപമോചക പ്രവർത്തനം. അപ്പൊ ഇത് പുരോപ്രവർത്തനത്തിൽ ഏത് പ്രവർത്തനമാണ് താപത്തെ മോചിപ്പിക്കുന്ന പ്രവർത്തനം? നോക്കി, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുമ്പോഴാണ് താപം ഉണ്ടാകുന്നത്. അപ്പൊ അത് ഏത് പ്രവർത്തന? പുരോപ്രവർത്തനമാണ്. ഇതിലെ താപ ആഗിരണ പ്രവർത്തനമാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യത്തെ പുരോപ്രവർത്തനം താപത്തെ മോചിപ്പിക്കുന്നതാണ്. അപ്പൊ താപ ആഗിരണം ഏതാണ്? പശ്ചാത് പ്രവർത്തനമാണ്. ഇവിടുത്തെ ആൻസർ പശ്ചാത് പ്രവർത്തനമാണ്. ഇനി ഈ അമോണിയയുടെ ഹേബർ പ്രോസസ്സിൽ അനുകൂല ഊഷ്മാവ് എത്രയാണെന്ന് പഠിച്ചു വെച്ചേക്കണം. 450 ഡിഗ്രിയാണ് അനുകൂല ഊഷ്മാവ് കേട്ടോ. അതിൽ കൂടുതൽ കൊടുത്താലും കുറഞ്ഞായാലും അമോണിയ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കത്തില്ല. ഇനി സന്തുലനാവസ്ഥ ഉൾപ്രേരകവും. ഇനി ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, രാസപ്രവർത്തന വേഗത കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഉൽപ്പന്നങ്ങളെന്ന്. രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടുന്നവരെ വിളിക്കുന്ന പേരാണെന്ത്? പോസിറ്റീവ് ഉൽപ്രേരകം എന്ന് പറയും. പോസിറ്റീവ് ഉൽപ്രേരകം. അതുപോലെ തന്നെ രാസപ്രവർത്തനത്തിന്റെ വേഗത കുറയ്ക്കുന്നവരെ അപ്പൊ എന്താ വിളിക്കുക? നെഗറ്റീവ് ഉൽപ്രേരകം എന്ന് പറയുന്നു അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾ മാംഗനീസ് ഡയോക്സൈഡ്, ഫോസ്ഫോറിക് ആസിഡ് ഒക്കെ പഠിച്ചിട്ടുള്ള പോസിറ്റീവ് ഉൽപ്രേരകത്തിന് ഉദാഹരണം മാംഗനീസ് ഡയോക്സൈഡ്, നെഗറ്റീവിന് എക്സാമ്പിൾ ഫോസ്ഫോറിക് ആസിഡ് ഒക്കെയാണ്. അപ്പൊ ഇവിടെ ഉഭയദിശാ പ്രവർത്തനത്തിൽ ഉൽപ്രേരകങ്ങളുടെ റോൾ എന്താണെന്ന് ചോദിക്കാം. എന്താ ഇത്രയൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് പോകണം കേട്ടോ. ഉഭയദിശാ പ്രവർത്തനത്തിൽ ഉൽപ്രേരകങ്ങൾ പുരോപശ്ചാത് പ്രവർത്തനത്തിന്റെ വേഗം ഒരേ നിരക്കിൽ വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി വ്യൂഹം എന്ത് ചെയ്യുന്നു? വളരെ വേഗത്തിൽ സന്തുലനാവസ്ഥ പ്രാപിക്കുന്നു. ഇതാണ് അതിന്റെ വിശദീകരണം. പക്ഷെ താഴത്തേതും കൂടെ പ്രധാനമാണ്. സന്തുലനാവസ്ഥ കൈവരിച്ച ശേഷം നമ്മൾ ആ വ്യൂഹത്തിലേക്ക് ഉൽപ്രേരകം ചേർക്കുമ്പോൾ അതിന് ഗുണം ചെയ്യുമോ? ഒരിക്കലും ഇല്ല. സന്തുലനാവസ്ഥ കൈവരിച്ച ശേഷം അതിലേക്ക് ഉൽപ്രേരകം ഇട്ടാൽ അതിന് ആ വ്യൂഹത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. അതാണ് സന്തുലനാവസ്ഥയുടെ പ്രത്യേകത. പിന്നെ നമ്മൾ എന്തെല്ലാം ചേർത്താലും ആ രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. അടുത്തത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിനെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരാണ് സമ്പർക്ക പ്രക്രിയ. അത് വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം. ഇവിടെ നോക്കിയാൽ സൾഫ്യൂരിക് ആസിഡിന്റെ ഉപയോഗമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിർജ്ജലീകരണത്തിന്, രാസവള നിർമ്മാണം, പെട്രോളിയം ശുദ്ധീകരിക്കാൻ, പെയിന്റ് നിർമ്മാണം, ഫൈബർ നിർമ്മാണം, സ്ഫോടക വസ്തു നിർമ്മാണം, മറ്റ് രാസവസ്തുക്കളുടെ എല്ലാ നിർമ്മാണത്തിന് നമ്മൾ മിക്കവാറും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ് സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് അയാളെ അറിയപ്പെടുന്നത്. സമ്പർക്ക പ്രക്രിയ, കോണ്ടാക്ട് പ്രോസസ് എന്നാണ് ഇതിനെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേര്. അപ്പൊ ഇവിടെ ഒരു 4 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ 4
ഘട്ടങ്ങളിലൂടെയാണ് സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ നിർമ്മിക്കുന്നത്. S+O2 SO2. ഈ SO2 വീണ്ടും സൾഫർ ഓക്സിജനിൽ കത്തി സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകും. ഈ സൾഫർ ഡയോക്സൈഡിനെ വനേഡിയം പെന്റോക്സൈഡ് ഇവിടുത്തെ ഉൾപ്രേരകം നോക്കി വെച്ചോണം കേട്ടോ. വനേഡിയം പെന്റോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ 450°C ചൂടാക്കുമ്പോഴാണ് സൾഫർ ട്രയോക്സൈഡ് ലഭിക്കുന്നത്. ഈ സൾഫർ ട്രയോക്സൈഡ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിക്കുമ്പോൾ ഇവിടെ ഒലിയം എന്നൊരു പദാർത്ഥം കിട്ടും. മോഡലിനൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഒലിയം കിട്ടുന്നതിന്റെ H2SO7. ഈ ഉൽപ്പന്നം ഒലിയമാണ്. ഈ ഒലിയത്തെ ജലത്തിൽ വീണ്ടും ലയിപ്പിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ഈ ഒരു 4 ഇക്വേഷൻ നിങ്ങൾ എഴുതി പഠിക്കണം, ഇതിന്റെ ഘട്ടങ്ങൾ. അത് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതായത് ഈ ഒരു ഘട്ടത്തിൽ നിന്ന് കണ്ടോ, SO3 സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിച്ചിട്ട് ഒലിയം ഉണ്ടാക്കും. അപ്പൊ ഈ സൾഫ്യൂരിക് ആസിഡ് എവിടെ നിന്നാണ്? ഗാഢത കുറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിച്ചാൽ മാത്രമേ ഒലിയം കിട്ടുള്ളൂ. അതിനെ വെള്ളം ഒഴിക്കുമ്പോഴാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഗാഢതയിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുക. ഇനി ഇതില് മറ്റൊരു കാര്യമുണ്ട്. ഈ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടല്ലോ, ഇത് ജലത്തിൽ ലയിപ്പിച്ചാലും നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. എന്നിട്ടും അതെന്താണ് അങ്ങനെ നമ്മൾ നിർമ്മിക്കാത്തതെന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഒരു തവണ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാലും സൾഫ്യൂരിക് ആസിഡ് കിട്ടും. എന്നിട്ടും എന്തുകൊണ്ടാണ് സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ നേരിട്ട് ലയിപ്പിക്കാത്തത്? അതിന്റെ ആൻസർ ഇവിടെ തന്നെ കിടപ്പുണ്ട്, അതുപോലെ പഠിച്ചിട്ട് പോവുക. എന്താണ്? SO3 ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം താപമോചകമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഉണ്ടായ സൾഫ്യൂരിക് ആസിഡ്, ആദ്യം കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മഞ്ഞ് പോലുള്ള ചെറു കണങ്ങളായിട്ട്, അതായത് സ്മോഗ് ആയിട്ട് മാറും. പിന്നീടുള്ള പ്രവർത്തനത്തെ അതങ്ങ് തടസ്സപ്പെടുത്തും. അതുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് ആ രീതിയിൽ ഉണ്ടാക്കാത്തത്. ഇപ്പൊ ഞാൻ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു ഫ്ലോ ചാർട്ട് എങ്ങനെ ഉണ്ടാക്കാം, ആ സമ്പർക്ക പ്രക്രിയയുടെ ഫ്ലോ ചാർട്ടാണിത്. ഇത് മാത്രം പഠിച്ചു വെച്ചാലും മതി. ഇവിടെ എന്തായിരിക്കും ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്നത്? എന്തായിരിക്കും എഴുതേണ്ടത്? H2SO7 ആണോ? അല്ല, സൾഫർ പ്ലസ് ഓക്സിജൻ SO2. SO2നെ വീണ്ടും ഓക്സിജനും കൂടി ചേരുമ്പോൾ SO3 ആണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ SO3 എന്ന് എഴുതുക. ആ SO3യെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് എന്താ H2SO7 കിട്ടുന്നത്. അതിനെ വീണ്ടും ലയിപ്പിക്കുമ്പോൾ എന്താ, വെള്ളം ഒഴിച്ചിട്ട് ലയിപ്പിക്കുമ്പോൾ ഈ ബിയുടെ സ്ഥാനത്ത് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ഭൗതിക ഗുണങ്ങൾ: നിറമില്ല, വിസ്കോസിറ്റി കൂടുതലാണ്, തീവ്രനാശക സ്വഭാവമാണ്, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലുണ്ട്, ജലത്തിൽ നന്നായി ലയിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എന്താണ് ഈ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ലയിക്കുന്നത് താപമോചകമാണോ താപാകിരണമാണോ എന്നാണ്. താപമോചക പ്രവർത്തനമാണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുകയാണോ അതോ സൾഫ്യൂരിക് ആസിഡിലേക്ക് വെള്ളം ഒഴിക്കുകയാണോ ചെയ്യുന്നത്? വെള്ളം എടുത്തിട്ട് അതിനുള്ളിലേക്കാണ് H2SO4 ഒഴിക്കേണ്ടത്, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ലയിപ്പിക്കുന്ന സമയത്ത്, നേരത്തെ ലൈൻ ഉണ്ടാക്കുന്ന സമയത്ത് താപം പുറത്തേക്ക് വിടും. അപ്പോൾ അത് താപമോചക പ്രവർത്തനമാണ്. ഇനി നിർജ്ജലീകരണ ഗുണം, സൾഫ്യൂരിക് ആസിഡിനുള്ള ഒരു ഗുണമാണിത്. നിങ്ങളോട് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ മോഡലിനും ചോദിച്ചിരുന്നു. കുറച്ച് പഞ്ചസാര എടുത്തിട്ട്, ഷുഗർ എടുത്തിട്ട് അതിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാൽ അത് കറുത്ത നിറമായി മാറും. എങ്ങനെയാണ്? ഇവിടെ നോക്കി, പഞ്ചസാര C12H22O11 ആണ്. ഈ സൾഫ്യൂരിക് ആസിഡ് ഈ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിന്റെ അംശബന്ധത്തിൽ H2O 11 H2O അവിടെ നിന്ന് ഈ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കും, ജലമാക്കി മാറ്റും. ബാക്കി അവശേഷിക്കുന്നത് 12 കാർബൺ ആണ്. കാർബണിന്റെ നിറമാണ് കറുത്ത നിറം. അങ്ങനെയാണ് കറുത്ത ലായനിയായിട്ട് അത് അവശേഷിക്കുന്നത്. പഞ്ചസാരയിലെ ഘടകമൂലങ്ങൾ. ഇതിനെ ഈ പ്രവർത്തനത്തിന് നിർജ്ജലീകരണ ഗുണമെന്നാണ് പറയുന്നത്. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ഇവിടെ നിർജ്ജലീകാരിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിരുന്നു. ഇനി ഉണ്ടായ ഉൽപ്പന്നങ്ങളിൽ കറുത്ത പദാർത്ഥം ഏതാണ്? കാർബൺ ആണ്. പഞ്ചസാരയിലെ ഹൈഡ്രജന്റെ ഓക്സിജന്റെ അനുപാതം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. 22:11 ആണ്. ഇനിയും അടുത്തത് ഇപ്പൊ നിർജ്ജലീകാരകമൊക്കെ പറഞ്ഞു. ഇനി ഇതിൽ ഈ നിർജ്ജലീകാരക സ്വഭാവം കാണിക്കുന്ന 3 ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ തുണിയും ഗാഢ സൾഫ്യൂരിക് ആസിഡ് വീഴ്ത്തിയാൽ പെട്ടെന്ന് തുണി കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ചെറിയ ബീക്കറിലെടുത്ത ഗ്ലൂക്കോസിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാലും കറുത്ത വസ്തു കിട്ടും. എന്നാൽ വാച്ച് ഗ്ലാസ്സിൽ കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് അതിന് നീല നിറമാണ്, അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാൽ അത് വെള്ള നിറമായി മാറും. അപ്പൊ ആ നീല കളറായിട്ട് കോപ്പർ സൾഫേറ്റ് ഇരിക്കാൻ കാരണം അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ജലമാണ്. ആ ജലത്തെ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുത്തിട്ട് അത് വെള്ളയാക്കി മാറ്റുന്നതാണ്. അപ്പൊ അതിനൊക്കെ ഉദാഹരണങ്ങൾ നോക്കുക. അടുത്ത ശോഷകാരക ഗുണം കൂടിയുണ്ട് ഈ സൾഫ്യൂരിക് ആസിഡിന്. ഇപ്പൊ ഇവിടെ കണ്ട ക്ലോറിൻ, SO2, HCl ഇത്രയും വാതകങ്ങൾ നമ്മൾ പരീക്ഷണശാലയിൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ ജലാംശം കൂടെ ഉണ്ടാകും. ആ ജലാംശത്തെ നീക്കം ചെയ്യാനായിട്ട് അതിനെ സൾഫ്യൂരിക് ആസിഡിൽ കൂടി കടത്തിവിടും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിന്റെ ജലാംശത്തെ നീക്കം ചെയ്യാൻ. ഇനി ലവണങ്ങളുമായിട്ടുള്ള പ്രവർത്തനം. ഇതും ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ആദ്യത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു. അതായത് സൾഫ്യൂരിക് ആസിഡ് ഒരു ലവണവുമായി പ്രവർത്തിക്കുമ്പോൾ ഒരു ആസിഡ് ഇവിടെ കിട്ടും, HCl. അങ്ങനെയാണെങ്കിൽ നൈട്രിക് ആസിഡ് കിട്ടാൻ ഏത് ലവണമാണ് എടുക്കേണ്ടത് എന്നായിരുന്നു ചോദ്യം. ഇവിടെ ഏതാണ് ലവണം എടുത്തേക്കുന്നത്? പൊട്ടാസ്യം നൈട്രേറ്റ്. ഈ 2 ഇക്വേഷനും എഴുതി പഠിക്കണം. അടുത്തത് സൾഫ്യൂരിക് ആസിഡിന് ഒരു ഓക്സീകരണ ഗുണം കൂടെ ഉണ്ട്. കാർബണിനെ ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും. അതുപോലെ തന്നെ കോപ്പറിനെ ഓക്സിഡൈസ് ചെയ്ത് കോപ്പർ സൾഫേറ്റ് ആക്കി മാറ്റും. ഈ 2 ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക. അപ്പൊ ഓക്സീകരണ ഗുണം കൂടി ആർക്കുണ്ട്? കാർബണിനുണ്ട്. അപ്പൊ മൂലക കാർബണിന്റെ ഓക്സീകരണാവസ്ഥ ഇവിടെ എത്രയാണ്? 0. കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിന്റെ ഓക്സീകരണാവസ്ഥ എത്ര ആയിരിക്കും എന്നറിയാമോ? +4 ആണ്. ഒരു ഓക്സിജന് -2, 2 ഓക്സിജൻ ആകുമ്പോൾ -4. ഈ കാർബൺ 4 ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പൊ ഇവിടെ +4 ആണ്. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ കാർബൺ ഓക്സീകരിക്കപ്പെടുകയാണോ നിരോക്സീകരിക്കപ്പെടുകയാണോ ചെയ്തത്? ഓക്സീകരിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഓക്സികാരി ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ ഓക്സികാരിയായിട്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ ഉപയോഗിക്കും. ഇനി സൾഫേറ്റ് ലവണങ്ങളെ, ചാപ്റ്ററിന്റെ അടിസ്ഥാനമാണ് സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? സൾഫേറ്റ് ലവണങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ അതിൽ ബേരിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെളുത്ത നിറത്തിലുള്ള ഒരു വസ്തു കിട്ടും, ബേരിയം സൾഫേറ്റ്.
ആ വേരിയസ് സൾഫേറ്റ് നല്ല വെള്ള കളറിലെ ഒരു കട്ടയുള്ള ഒരു അവശിഷ്ടമാണ് കിട്ടുന്നത്. അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ലയിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ സൾഫേറ്റ് ലവണങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇതും സൾഫേറ്റ് ലവണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ മതിയാവും. അടുത്ത ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവുമാണ്. ഇതിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഹൈഡ്രോ കാർബണുകൾ എന്താണെന്നാണ്. കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള അവയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഡ്രോ കാർബണുകൾ. ഇനിയും ഹൈഡ്രോ കാർബണുകളിലെ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് പോവാം. ഹൈഡ്രോ കാർബണുകൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഏകബന്ധനമുള്ള രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ഏകബന്ധനമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്നതാണ് ആൽക്കെയിൻ. ദ്വിബന്ധനമുള്ളവരെ ആൽക്കീൻ എന്നും ത്രിബന്ധനമുള്ളവരെ ആൽക്കൈൻ എന്നും. ഇതിന്റെ ജനറൽ ഫോർമുല, അതായത് പൊതുവാക്യം പഠിച്ചു വെച്ചോണം. CnH2n+2, CnH2n, CnH2n-2. ഇതെന്തിനെ പൊതുവാക്യം പഠിച്ചു വെച്ചിരിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് തന്മാത്രാ സൂത്രങ്ങൾ തരും ബ്രാക്കറ്റിൽ. അതിൽ ആൽക്കൈൻ ഏതാണ്, ആൽക്കീൻ ഏതാണ്, ആൽക്കൈൻ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു സമവാക്യം വെച്ചായിരിക്കും നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റുക. ഇവിടുത്തെ N സൂചിപ്പിക്കുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ്. ഇപ്പൊ C2H6 ആണെങ്കിൽ N-ന്റെ C2, അപ്പോൾ N-ന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ആ 2 ഇവിടേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ C2 2N, 2 × 2 + 2 4 + 2 6 എന്ന് കിട്ടും. അപ്പൊ C2H6 നമ്മൾ ആൽക്കെയിൻ എന്ന് പറയാം. അങ്ങനെ ഈ സമവാക്യങ്ങളെല്ലാം പഠിച്ചാലേ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് IUPAC നാമകരണം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ ചാർട്ടിനകത്ത് നിങ്ങൾക്ക് തന്നേക്കുന്നത് നോക്കി. ഏകബന്ധനമുള്ളവരെ ആൽക്കെയിനുകൾ എന്ന് പറയും, ദ്വിബന്ധനമുള്ളവരെ ആൽക്കീൻ, ത്രിബന്ധനമുള്ളവരെ ആൽക്കൈൻ. തന്മാത്ര സൂത്രമൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചൊക്കെ കാണാതെ പഠിച്ചിട്ട് പോവുക. ഇതില് ആദ്യത്തെ മീഥേൻ എന്ന് പറയുന്ന ഒരു കാർബൺ ഉള്ളതിനെ മീഥേൻ എന്ന് വിളിക്കുക. അതിന്റെ ഘടനയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അതിനെ ബോണ്ട് ഇല്ലാതെ എഴുതുന്ന കണ്ടൻസ്ഡ് ഫോർമുല. തന്മാത്രാ സൂത്രം എത്ര കാർബണും ഹൈഡ്രജനും ഉണ്ടെന്ന് എഴുതുന്നത്. ഇത് കണ്ടോ, ഘടനയാണിത്. ഈഥേൻ ആണ് ഇത് ഘടന. അപ്പൊ ഇതിനെ ഒരു ആദ്യത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, അതാണ് ഇവിടെ CH3. രണ്ടാമത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ. അപ്പൊ CH3 എന്ന് എഴുതുമ്പോൾ കണ്ടൻസ്ഡ് ഫോർമുലയും ആകെ കാർബണിന്റെ എണ്ണവും ഹൈഡ്രജൻ എണ്ണവും കൂടെ എഴുതുമ്പോൾ അത് തന്മാത്രാ സൂത്രവും ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് അത് പഠിക്കുക. പിന്നെ അതുകൂടാതെ നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും ആൽക്കെയിനുകൾ മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, പെന്റേൻ, ഹെക്സേൻ, അങ്ങനെ വരുന്ന ആ ഒരു സീരീസിനെ നമ്മൾ ഹോമലോഗസ് സീരീസ് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ഹോമലോഗസ് സീരീസ്. ചിലപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഹോമലോഗസ് സീരീസിന്റെ സവിശേഷതകൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ അതിന്റെ പ്രത്യേകത ഈ 4 എണ്ണം പഠിച്ചുകൊണ്ട് പോകണം. അംഗങ്ങളെ ഒരു പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, CnH2n, ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ. അതുപോലെ തന്നെ അവർക്ക് അടുത്തടുത്ത 2 സംയുക്തങ്ങൾ തമ്മിൽ ഒരു CH2ന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. രാസഗുണങ്ങളിൽ സാമ്യതയുണ്ട്, ഭൗതിക ഗുണങ്ങളിൽ എന്നാൽ ക്രമമായ വ്യതിയാനം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇവിടെ നോക്കിയാൽ അറിയാവുന്നതാണ്. കണ്ടോ, ഒരു ഈ C2H6ഉം ഈ C3H8ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കാർബൺ കൂടി 2 ഹൈഡ്രജൻ കൂടി, ഒരു CH2ന്റെ വ്യത്യാസമല്ലേ. അപ്പൊ അങ്ങനെയുള്ളവരെ ഈ ഒരു സീരീസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹോമലോഗസ് സീരീസ് എന്ന് വിളിക്കാം. ഇനി ഇവിടെ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്ന് പറഞ്ഞു. ആൽക്കൈനിനെ പൂരിത ഹൈഡ്രോ കാർബൺ എന്നും ആൽക്കീനിനെ അപൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറയാം. ആൽക്കീൻ മാത്രമല്ല, ആൽക്കീനും ആൽക്കൈനും ദ്വിബന്ധനം ത്രിബന്ധനം ഉള്ളവർക്ക് ഒറ്റ ഒരു പേരാണ് അപൂരിത ഹൈഡ്രോ കാർബൺ. ഏകബന്ധനമുള്ളവരെ വിളിക്കുന്നതാണ് പൂരിത ഹൈഡ്രോ കാർബൺ. അപ്പൊ ഇതിന്റെ IUPAC നെയിമൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം വഴിയെ. ആദ്യം നോക്കാം. ഇവിടെ കണ്ടൻസ്ഡ് ഫോമിലൊക്കെ എഴുതിയേക്കുന്നുണ്ടോ? CH ട്രിപ്പിൾ ബോണ്ടൊക്കെ അതിനകത്തിൽ ഉറപ്പായിട്ടും എഴുതി വെക്കണം. ഇനി IUPAC നെയിമിങ്ങിലേക്ക് പോകാം. IUPAC നെയിമിങ്ങിൽ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഒരു കാർബൺ ഉള്ളത് മെത്ത്, 2 കാർബൺ ഉള്ളത് എത്ത്, പ്രൊപ്പബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റോക്ട്, നോൺഡെക്, അങ്ങനെ 10 എണ്ണത്തിന്റെ പദമൂലങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നമ്മൾ IUPAC നെയിം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. മീഥേൻ കണ്ടോ, CH4, അതിന്റെ ഘടന എഴുതിയേക്കുന്നതൊക്കെ കണ്ടല്ലോ. C2H6, 2 കാർബൺ വരച്ചിട്ട് ഒരു കാർബണിന് 4 സംയോജകതയുണ്ടോ നോക്കിയാൽ അതിന്റെ കറക്റ്റ് ഘടനയായിരിക്കും. ഇനി ഇതിനകത്തിൽ ഒരു കോമ്പൗണ്ട് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക. ഇവിടെ ആദ്യ IUPAC നെയിം നമ്മൾ എഴുതാനായിട്ട് ചെയ്യേണ്ടത് ഇതിലെ ഏറ്റവും വലിയ കാർബൺ ചെയിനെ കണ്ടുപിടിക്കുക. അപ്പൊ നേരെയുള്ളതാണ് ഏറ്റവും വലിയ കാർബൺ ചെയിൻ. അതിൽ ശാഖയായിട്ട് ഒരാൾ നിൽപ്പുണ്ട്, അതിന്റെ പേരാണ് മീഥൈൽ ഗ്രൂപ്പ്. എന്നിട്ട് നമ്മൾ ഇതിന് പൊസിഷൻ കൊടുക്കണം. വലത്തുനിന്ന് ഇടത്തേക്കാണ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈ CH3 അടങ്ങിയിട്ടുള്ള ഈ കാർബണിന് ചെറിയ നമ്പർ വരുന്ന പോലെ നമ്പർ ചെയ്യണം. അപ്പോൾ വലത്തുനിന്ന് ഇടത്തേക്ക് നമ്പർ ചെയ്താൽ 1 2 3 4 2 മീഥൈൽ. 4 കാർബണുള്ള ആൽക്കൈനെ വിളിക്കുന്ന പേരെന്താണ്? ബ്യൂട്ടെയിൻ. ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, ബ്യൂട്ട്. 4 കാർബണുള്ള ആൽക്കൈൻ എന്താണ്? ബ്യൂട്ടെയിൻ. അപ്പോൾ ഇവിടെ എഴുതേണ്ട IUPAC നെയിം നിങ്ങൾക്ക് കിട്ടി 2 മീഥൈൽ ബ്യൂട്ടെയിൻ. അങ്ങനെയാണ് നമ്മൾ ഇതിനെ IUPAC നാമം ചെയ്യുന്നത്. ഈ IUPAC നെയിം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇവിടെ 2-3 കോമ്പൗണ്ട് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ചെയിൻ എന്ന് പറയുന്നതാണ് ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഇതിനെ ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്താലും വലത്തുനിന്ന് ഇടത്തോട്ട് ചെയ്താലും ഈ ബ്രാഞ്ചിന്, ഈ ശാഖയ്ക്ക് കിട്ടുന്ന പൊസിഷൻ 3 ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ശാഖയുടെ പേര് മീഥൈൽ എന്നാണ്. അപ്പോൾ 3 മീഥൈൽ. ഈ കാർബൺ എല്ലാം കൂടെ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 4 5
5 കാർബണുള്ള ആൽക്കൈൻ ഏതാണ്? പെൻഡെയ്ൻ. അപ്പൊ ഇതിന്റെ IUPAC നെയിം എന്താണ്? 3-methyl pentane എന്നാണ്. ഇവിടെ ഈ ചാർട്ടിൽ കൊടുത്തേക്കുന്ന നീളം കൂടിയ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ഞാൻ ഈ മാർക്ക് ചെയ്തതിലേക്ക് എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ. അപ്പോൾ ഇവിടെ 5 എന്ന് എഴുതുക. ഇനി ഈ ശാഖയുടെ പേരെന്താണ്? അതായത് ഇത് ബ്രാഞ്ചായിട്ട് ഇവിടെ നിൽക്കുന്ന ശാഖയുടെ പേര് മീഥൈൽ. ഇനി ശാഖയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുന്നത്? 3. എന്നിട്ടാണ് IUPAC നെയിം ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഒരെണ്ണം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇവിടെ 2 എണ്ണം വരുന്നതിനെ കണ്ടോ, 2 രീതിയിൽ നമ്പർ ചെയ്തിട്ടുണ്ട്. ഈ ശാഖകൾക്കെല്ലാം ചെറിയ നമ്പേഴ്സ് ആണ് വരേണ്ടത്. ഇടത്തു നിന്നും വലത്തേക്ക് നമ്പർ ചെയ്യുമ്പോൾ ശാഖയ്ക്ക് 2ഉം പിന്നെന്താണ് 4ഉം നമ്പറാ വരുന്നത്. എന്നാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ചെയ്യുന്നതെങ്കിൽ നോക്കിയാൽ ശാഖകൾക്ക് 6ഉം 4ഉം ആണ്. അപ്പോ അതാണോ എടുക്കേണ്ടത്? ഈ നമ്പർ അല്ല എടുക്കേണ്ടത്. അപ്പം മുകളിൽ ഇടത്തു നിന്നും വലത്തേക്ക് നമ്പർ ചെയ്തത് എടുത്തു കഴിഞ്ഞാൽ എന്താണ് 2ലും 4ലും മീഥൈൽ ഗ്രൂപ്പ് ചെറിയ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ അതിനെ നമ്പർ ചെയ്യുന്നത് 2,4 ഡൈമീഥൈൽ. 7 കാർബൺ വരുന്ന ആൽക്കൈൻ എന്താണ്? ഹെപ്റ്റെയ്ൻ എന്നാണ്. അപ്പൊ IUPAC നാമം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് ടൈം ആകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നത്. ഇത് നോക്കി IUPAC നെയിം തന്നതിന് ശേഷം സ്ട്രക്ചർ എഴുതാനായിട്ട് ചോദിക്കാം. 2,3,3 ട്രൈമീഥൈൽ പെൻഡെയ്ൻ. ആദ്യം പെൻഡെയ്ൻ 5 കാർബൺ ഇവിടെ വരച്ചു വെക്കുക. എന്നിട്ട് അതിന് നമ്പറും കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പിനെ കൊടുക്കുക. മൂന്നാമത്തെ കാർബണിൽ മുകളിലേക്കും താഴേക്കും മീഥൈലിനെ കൊടുക്കുക. ബാക്കിയുള്ളിടത്തെല്ലാം ഹൈഡ്രജനെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഘടന ലഭിക്കും. ഇനി നമുക്ക് ആൽക്കീനിനെ നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, ആകെ 4 കാർബൺ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് വന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ IUPAC നെയിം വിളിക്കും ബ്യൂട്ട് 1-ene എന്ന് പറയും. എന്താണ്? ബ്യൂട്ട് 1-ene. ഇനി അതിനെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നമ്പറിങ് ഇത് എടുക്കരുത്. ഇത് തെറ്റായ നമ്പറിങ് ആണ്. ഏതാ? ഈ 1, 2, 3 എന്നുള്ള ഇങ്ങോട്ടുള്ളത്. ശരിക്കും ഈ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ വരുന്ന പോലെ നമ്പർ ചെയ്യാവുള്ളൂ. ഇനി ആൽക്കൈന്റെ നമ്പറിങ്ങും കൂടെ പറയാം. ആൽക്കൈന്റെ നമ്പറിങ് എന്താണ്? ഈഥൈൻ. 2 കാർബണിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് വരുന്നു. ഇത് നോക്കിയേ, ബ്യൂട്ടൈൻ. അതിന്റെ പൊസിഷനും കൂടെ പറയണം. ഒന്ന് ഇടത്തുനിന്ന് വലത്തോട്ടായാലും വലത്തുനിന്ന് ഇടത്തോട്ടായാലും രണ്ടാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനം. അപ്പൊ നമ്മൾ എഴുതും ബ്യൂട്ട് 2-ine. ഐൻ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ ചേർക്കേണ്ട പ്രിഫിക്സ് ആണ് ഐൻ. ഇനി വലയ സംയുക്തങ്ങൾ ആലിസൈക്ലിക്കും ആരോമാറ്റിക്കും. ആലിസൈക്ലിക് കോമ്പൗണ്ട് ഏത് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാകും. സൈക്ലോപ്രോപ്പെയിൻ, സൈക്ലോബ്യൂട്ടൈൻ. അതിന് ഏതെങ്കിലും 2 കാർബണിന്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ദിബന്ധനം വന്നാൽ ഇവിടെ ഉള്ളതിൽ നിന്നും ഓരോ ഹൈഡ്രജൻ കുറയുന്നതായിരിക്കും. അത് നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. അടുത്ത ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആണ് വലയ സംയുക്തങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്, ബെൻസീൻ. ഉണ്ടോ? ഇതിന് ആരോമ എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ആ വേർഡ് അതായത് നമുക്ക് അൺപ്ലസന്റ് സ്മെല്ല്, അതായത് നല്ല സുഖകരമല്ലാത്ത രീതിയിലുള്ള ഒരു സ്മെല്ല് ഇതിനുണ്ട്. പാറ്റാഗുളിയൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ് ആരോമാറ്റിക്കിനെ. അപ്പൊ ഈ ബെൻസീന്റെ ഘടന ഇതുപോലെ വരച്ചു വെക്കുക. ഇതിന്റെ തന്മാത്ര വാക്യം എഴുതാൻ ചോദിക്കും. എന്ന് പറയുമ്പോൾ കാർബൺ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. C6. ഹൈഡ്രജൻ എത്ര ഉണ്ട്? H6. അപ്പോ തന്മാത്ര വാക്യം എന്താണ്? C6H6. അപ്പോൾ ബെൻസീൻ വരച്ചു പഠിക്കുക. തന്മാത്ര വാക്യം C6H6. അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. ഒരു സംയുക്തത്തിൽ ആറ്റങ്ങളോ ആറ്റം ഗ്രൂപ്പുകളോ ഇതേപോലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിന്റെ സ്വഭാവമൊക്കെ കണ്ടുപിടിക്കുന്ന ഗ്രൂപ്പുകൾ. ആദ്യത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് OH. നിങ്ങളോട് ചോദിക്കുക അതിന് ആൽക്കഹോൾ എന്നാണ് അതിന്റെ പൊതുവായിട്ടുള്ള പേര്. ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കുക, OH. അങ്ങനെ പറയണം. ഇവിടെ നോക്കിയാൽ അതിനൊരു എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. മെഥനോൾ ഉണ്ട്, എഥനോൾ ഉണ്ട്. അതിന് ആൽക്കൈൻ -C+സോൾ, ആൽക്കനോൾ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇവിടെ നോക്കി, പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് പിന്നെ ബുക്കും കൂടെ നിങ്ങളുടെ നോട്ട്ബുക്കും കൂടെ എടുത്ത് വെച്ചിട്ട് നോക്കി പഠിക്കണം കേട്ടോ. ഇവിടെ CH3, CH2, CH2, OH. OH പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇവിടെ ഒന്നാമത്തെ കാർബണിലാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത്. OH കണക്ട് ചെയ്തിരിക്കുന്ന കാർബണിന് ചെറിയ നമ്പർ നമ്മൾ കൊടുക്കണം. 1, 2, 3. അപ്പൊ അതിന്റെ പേര് വിളിക്കുന്നത് പ്രൊപ്പാൻ. 3 കാർബൺ വരുന്ന ആൽക്കൈൻ ഏതാണ്? പ്രൊപ്പേൻ ആണ്. അപ്പൊ അതിന്റെ മാറ്റിയിട്ട് പ്രൊപ്പാൻ, അത് കഴിഞ്ഞൊരു ഹൈഫൻ ഇടണം. 1 എന്ന് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ OH ചേർന്നിരിക്കുന്ന കാർബണിന്റെ പൊസിഷൻ 1, പ്രൊപ്പാൻ 1. എന്നിട്ട് ഒരു ഹൈഫനോട് ഇട്ടിട്ട് എന്ത് ചേർക്കണം? ഓൾ എന്ന് ചേർക്കണം. അപ്പോൾ IUPAC നെയിം എന്താണ്? പ്രൊപ്പാൻ 1-ol. ഇതിന്റെ തന്മാത്രാവാക്യം 3 കാർബൺ ഉണ്ട്. അപ്പൊ C3 എന്ന് എഴുതി. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4, 3, 7, 8. അപ്പൊ H8, ഒരു ഓക്സിജൻ. അതാണ് അതിന്റെ തന്മാത്രാവാക്യം. തൊട്ട് താഴെയുള്ളതിന്റെയും തന്മാത്രാവാക്യം അത് തന്നെയാണ് അല്ലെ? C3, 3, 3, 6, 2, 8 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. പക്ഷെ അതിന്റെ പേര് നോക്കിയേ, OH ഇവിടെ കിടക്കുന്നത് നടുക്കത്തെ കാർബണിലാണ് അല്ലെ? അപ്പൊ പ്രൊപ്പാൻ 2-ol എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇവർ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്താൽ തന്മാത്രാവാക്യം സെയിം ആണ്, പക്ഷേ ഘടന വ്യത്യാസമാണ്. ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോമറുകൾ. അപ്പോൾ ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഘടനാവാക്യമുള്ളവരെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഐസോമറുകൾ. അടുത്തത് കാർബോക്സിലിക് ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ കാർബോക്സിലിക് ഗ്രൂപ്പാണ്. COOH. ഓയിക് ആസിഡ് ചേർത്താണ് അതിന്റെ IUPAC നാമം എഴുതുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എഥനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ് ഒക്കെ. ഇനി ഹാലോ ഗ്രൂപ്പ് ഉണ്ട്. ഹാലജൻസ് വരുന്ന ഹൈഡ്രോ കാർബണുകൾ ഉണ്ടോ? 1 ക്ലോറോപ്രൊപ്പൈൻ, 2 ക്ലോറോപ്രൊപ്പൈൻ, 2 ഡൈക്ലോറോബ്യൂട്ടൈൻ. ഇതെല്ലാം ഹാലജൻ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. അടുത്തത് ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് OR ആണ്. OR. മീഥോക്സി ഈഥേൻ, ഈഥോക്സി ഈഥേൻ. ഇതെല്ലാം ആൽക്കോക്സി ഗ്രൂപ്പിൽ വരുന്ന കോമ്പൗണ്ട്സ് ആണ്. IUPAC നെയിം ഒക്കെ എഴുതി പഠിക്കുക. 2 എണ്ണമൊക്കെ ഉള്ളൂ അതിനകത്തില്. ഇനി
ഐസോമർസ് ഞാനിപ്പോൾ പറഞ്ഞത്. ഐസോമർസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഒരേ തന്മാത്രവാക്യവും വ്യത്യസ്ത ഘടനയും. ഇത് രണ്ടെണ്ണം നോക്കി. ആദ്യത്തെ ആള് പ്രൊപ്പാൻ 1 ഓൾ, ഇത് പ്രൊപ്പാൻ 2 ഓൾ. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഈ സംയുക്തങ്ങൾ തമ്മിൽ എന്തൊക്കെയുണ്ട്? സാമ്യം എന്തൊക്കെയാ ഉള്ളത്? ഒരേ തന്മാത്രവാക്യമാണ്. കാർബൺ ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉള്ളത്, അല്ലെ? അപ്പൊ പിന്നെ എന്തിലാണ് വ്യത്യാസം വരുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം ആണ്, അല്ലെ? പിന്നെ എന്തിലാ വ്യത്യാസം വരുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിലാണ് വ്യത്യാസം വരുന്നത്. പ്രൊപ്പാൻ 1 ഓൾ, അടുത്തത് പ്രൊപ്പാൻ 2 ഓൾ. ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യാസം വരുന്നതിനെ നമ്മൾ പൊസിഷൻ ഐസോമറുകൾ എന്നാണ് പറയുന്നത്. അടുത്ത ഒരെണ്ണം നോക്കാം, ചെയിൻ ഐസോമർ എന്ന് പറയും. ഇതൊന്ന് നോക്കിയേ, ഇത് ബ്യൂട്ടേൻ ആണ്, ഇത് 2 മീഥൈൽ പ്രൊപ്പൈൻ ആണ്. രണ്ടുപേരുടെയും തന്മാത്രാവാക്യം നോക്കിയാൽ C4H10 ആയിരിക്കും. 4 കാർബണും 10 ഹൈഡ്രജനായി, ആദ്യത്തേതിനും രണ്ടാമത്തേതിനും. അപ്പൊ എന്തുവാ ഇതിലെ വ്യത്യാസം എന്താണുള്ളത്? കാർബണിന്റെ എന്താണ്? ചെയിനിലാണ് വ്യത്യാസം, അല്ലെ? അതുകൊണ്ട് ഇതിനെ ചെയിൻ ഐസോമറുകൾ എന്ന് പറയും. ഇപ്പൊ ചെയിൻ ഐസോമറിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞ ഇത് രണ്ടെണ്ണം എഴുതാം, ബ്യൂട്ടേനും 2 മീഥൈൽ പ്രൊപ്പൈനും. അത് മനസ്സിലായല്ലോ. ഇനി വരുന്നത് ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം വരുന്ന ഐസോമറുകൾ നോക്കാം. ഈ 2 കോമ്പൗണ്ട് ഞാനിപ്പോൾ പറയുന്നു. ഈ 2 കോമ്പൗണ്ടിനെ നിങ്ങളൊന്ന് നോക്കാം. CH3CH2OH, CH3OCH3. ഇതിൽ നോക്കി, ആദ്യത്തേത് എഥനോൾ ആണ്, രണ്ടാമത്തേത് മീതോക്സി മീഥേൻ ആണ്. രണ്ടുപേരും 2 ആൾക്കാരാണ്. പക്ഷേ കാർബൺ 2 എണ്ണം, ഹൈഡ്രജൻ 6 എണ്ണം, ഒരു ഓക്സിജൻ. തന്മാത്രാ സൂത്രം ഒന്നാണ്, ഫോമുല ഒരുപോലെ ഇരിക്കും, പക്ഷേ 2 വ്യത്യസ്ത ആൾക്കാർ. ഫങ്ഷണൽ ഗ്രൂപ്പ് ആദ്യത്തേത് ആൽക്കഹോൾ, രണ്ടാമത്തേത് ഈഥർ ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് പറയും, ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസമുള്ളവർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററിലുള്ള എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറുകൾ, പിന്നെ ചെയിൻ ഐസോമറുകൾ, പൊസിഷൻ ഐസോമറുകൾ, ഈ 3 ഐസോമറുകളാണ് പഠിച്ചത്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത ലാസ്റ്റ് അധ്യായം ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങളാണ്. ആദ്യം ആദേശ രാസപ്രവർത്തനമാണ്. അതായത് ഒരു സംയുക്തം നമ്മളെടുത്ത് CH4, അതിനെ ക്ലോറിൻ മോളിക്കൂൾ, ക്ലോറിൻ തന്മാത്രയുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ മീഥേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് മാറിയിട്ട് ആ സ്ഥാനത്ത് ഈ ക്ലോറിൻ വന്നിട്ട് ഇരിക്കും. ഈ ക്ലോറിൻ വന്ന് ഈ ഹൈഡ്രജനെ ഇവിടുന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്, ആദേശം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ പ്രവർത്തനത്തെ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നു. ഇവിടെ നോക്കി, CH3 3 ഹൈഡ്രജൻ അവിടെ അതുപോലെ നിൽപ്പുണ്ട്. റൈറ്റ് സൈഡിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇവിടുത്തെ ഒരു ക്ലോറിൻ വന്നിട്ട് ആ പൊസിഷനിൽ ഇരിക്കുന്നു. അപ്പോൾ അതിന്റെ പേര് ക്ലോറോമീഥേൻ. ഇനി ഇവിടുന്ന് പോയ ഹൈഡ്രജനും അടുത്ത ക്ലോറിനോട് ചേർന്ന് ഇവിടെ +HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടായി. ആദേശ രാസപ്രവർത്തനം നടക്കുന്ന രീതിയിലാണ്, ഓർത്തോണം. അടുത്ത ആദേശ രാസപ്രവർത്തനം കുറെ ഉദാഹരണങ്ങൾ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സമയം പോലെ നിങ്ങളത് ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത അഡീഷൻ രാസപ്രവർത്തനമാണ്. അഡീഷൻ രാസപ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ദ്വിബന്ധനവും ത്രിബന്ധനവുമുള്ള സംയുക്തങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. അതായത് അപൂരിത സംയുക്തങ്ങളിൽ മാത്രമേ അഡീഷൻ രാസപ്രവർത്തനം നടക്കുകയുള്ളൂ. അത് നമുക്ക് നോക്കാം. ഇതേ കണ്ടോ, CH2 ദ്വിബന്ധനം, അതേപോലെ CH2, അതിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. ഈ ദ്വിബന്ധനത്തിൽ ഒരു ബന്ധനം മുറിയുന്നു. അവിടേക്ക് ഒരു ബന്ധനം മുറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാർബണിനും രണ്ടാമത്തെ കാർബണിനും ഓരോ സംയോജകത കിട്ടും. ആ സംയോജകതയിലേക്കാണ് ഓരോ ഹൈഡ്രജൻ കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഹൈഡ്രജനും എന്ത് ചെയ്യുന്നു? ഈ 2 കാർബണിലേക്കും കൂടി പോകുന്നു. അപ്പൊ നോക്കി, ഇവിടെ ആദ്യത്തേത് 2 ഹൈഡ്രജനെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് കാർബണിന്. ഇവിടെ വന്നപ്പോൾ എന്തായി മാറി? 3 ഹൈഡ്രജനായി മാറി. അത് ഏത് ഹൈഡ്രജനാണ്? ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഈ ഹൈഡ്രജനാണ് അവിടെ കയറിയിരിക്കുന്നത്. കണ്ടോ? അടുത്ത ഹൈഡ്രജനും ഒരെണ്ണം അടുത്ത കാർബണിലേക്ക് പോയി. അപ്പൊ ദ്വിബന്ധനമുള്ളതിനെ എന്താണ്? ഏകബന്ധനമുള്ള സംയുക്തങ്ങളാക്കി മാറ്റി. എന്ന് പറയുമ്പോൾ അപൂരിത ഹൈഡ്രോകാർബൺ പൂരിത ഹൈഡ്രോകാർബൺ ആക്കി മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. ഇവിടെ നോക്കി, ഇതിനെ ഷോർട്ട് ആക്കി എഴുതിയേക്കുന്നതാണ് ഇത്. കണ്ടൻസ്ഡ് ഫോമിലാക്കി. കണ്ടോ? CH2 ദ്വിബന്ധനം CH2 +H2, CH3, ഈ കാർബണിലെ 3 ഹൈഡ്രജൻ, CH3 ബന്ധനം CH3. ഉൽപ്പന്നമായിട്ട് ലഭിച്ചത് ഏതാണ്? ഈഥെയ്ൻ ആണ്. അതേപോലെ തന്നെ പ്രൊപ്പീനകത്തിൽ എഴുതിയേക്കുന്നത് നോക്കിയാൽ കണ്ടോ, പ്രൊപ്പീനകത്തിലേക്ക് ചേർക്കുന്നത് ക്ലോറിൻ ആണ്. അപ്പൊ ഇവിടാണ് ദ്വിബന്ധനം വരുന്നത്. കണ്ടോ, അറ്റത്തുള്ള 2 കാർബണിൽ ഈ ബന്ധനത്തിൽ ഒരു ബന്ധനം മുറിയും. അപ്പൊ എവിടേക്കൊക്കെ ആയിരിക്കും ക്ലോറിൻ പോകുന്നത്? ഈ ദ്വിബന്ധനമുള്ള 2 കാർബണിലേക്ക് ക്ലോറിനെ ചേർക്കപ്പെടാവുള്ളൂ, അല്ലാതെ ആദ്യത്തെ കാർബണിൽ കൊണ്ട് ചേർക്കരുത്. അതുകൊണ്ട് നോക്കിക്കേ, ഉൽപ്പന്നം എഴുതിക്കുന്നുണ്ടോ? CH3, പിന്നെ CH ദ്വിബന്ധനം പിന്നെ എഴുതരുത്. ഒരു ക്ലോറിൻ ഈ കാർബണിലേക്കും നടുക്കത്തെ കാർബണിലേക്കും, ഒരു ക്ലോറിൻ അടുത്ത കാർബണിലേക്കും പോയി. കണ്ടോ? ഇങ്ങനെയാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഈ പട്ടിക 7 അടുത്ത പട്ടിക ലാസ്റ്റ് ഒരു പട്ടിക വരുന്നുണ്ട്. ആ പട്ടികയും നമ്മുടെ പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ യാതൊരു മാറ്റം വരാതെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 ക്ലോറിൻ ചേർക്കുമ്പോൾ CH2Cl സിംഗിൾ ബോണ്ട് CH2Cl എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഉൽപ്പന്നത്തിന്റെ IUPAC നാമം എഴുതേണ്ടത് ഡൈക്ലോറോ ഈഥെയ്ൻ എന്ന് എഴുതും. ഇവിടെ നോക്കിയാൽ CH2 +HCl, ഇവിടെ ക്ലോറിൻ ആയിരുന്നു, ഇവിടെ HCl കൊടുത്തത്. അപ്പൊ ആദ്യത്തെ കാർബണിലേക്ക് ഹൈഡ്രജൻ പോകും, അപ്പൊ CH3 ആകും. പിന്നെ ഏകബന്ധനം, പിന്നെ Cl രണ്ടാമത്തെ കാർബണിലേക്കും പോകും. അപ്പൊ CH3 CH2Cl ക്ലോറോ ഈഥെയ്ൻ. അടുത്തത് നോക്കിയാൽ പ്രൊപ്പീനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തു. 2 ഹൈഡ്രജൻ ഈ 2 കാർബണിലേക്ക് പോകും. അപ്പോൾ എന്ത് കിട്ടും? ഉൽപ്പന്നം പ്രൊപ്പേൻ ആയി മാറും. അടുത്തത് HBr, ബ്യൂട്ടീൻ, നടുക്കുള്ള 2 കാർബണിലേക്ക് ദ്വിബന്ധനം, 4 കാർബണുള്ള ആൽക്കീൻ, ബ്യൂട്ടീൻ. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ Br വരുന്നത് ഈ നടുക്കുള്ള കാർബണിൽ, ഈ ഹൈഡ്രജൻ വരുന്നത് ഈ നടുക്കുള്ള കാർബണിൽ. അപ്പോൾ അതിന്റെ IUPAC നെയിം 2 ബ്രോമോ ബ്യൂട്ടേൻ എന്നാണ്.
ഇവിടെ അതിന്റെ എന്താണ് റീഫൈഡ് കണ്ടുണ്ട്. ട്രിപ്പിൾ ബോണ്ടുള്ള ഒരാളിലേക്ക് ഹൈഡ്രജനെ അഡീഷൻ റിയാക്ഷൻ നടത്തുന്നു. അപ്പോൾ 3 ബന്ധനത്തിൽ ഒരു ബന്ധനം മാത്രമേ ഫസ്റ്റ് സ്റ്റെപ്പിൽ മുറിയുള്ളൂ. അപ്പോൾ CH ദിബന്ധനം CH എന്ന് എഴുതിയതിനു ശേഷം ഇവിടുത്തെ 2 ഹൈഡ്രജനെ ഓരോ കാർബണിലേക്ക് കൊടുക്കുക. അപ്പൊ CH2 ദിബന്ധനം CH2. അതിനെ എടുത്തിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പ് എഴുതിയിട്ട് വീണ്ടും ഹൈഡ്രജൻ കൊടുത്താൽ അതെന്തായി മാറും? ഏകബന്ധനമായി മാറും. അടുത്ത പോളിമറൈസേഷൻ ആണ്. ഒരുപാട് ചെറിയ ചെറിയ തന്മാത്രകൾ കൂടി ചേർന്ന് വലിയ സങ്കീർണമായ ഒരു തന്മാത്രയാകുന്ന പ്രവർത്തനമാണ് എന്ത്? പോളിമറൈസേഷൻ. ഇവിടെ പോളിത്തീൻ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നോക്കിയേ. ഈഥീൻ CH2 ഡബിൾ കൊണ്ട് CH2 അങ്ങനെ ഒരു 3-4 തന്മാത്രകൾ കൂടി ചേർന്നിട്ട് ഈ ദിബന്ധനങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യപ്പെടും. എന്നിട്ട് അതിനെ എന്താണ് എല്ലാം കൂടെ കൂടി ചേർന്ന് ഇങ്ങനെ ഇരിക്കും. ഇവിടെ നോക്കിയേ, N നമ്പർ CH2 ഡബിൾ ബോണ്ട് CH2 എടുത്തു എന്ന് പറയുമ്പോൾ ഈഥീൻ എടുത്തു. N നമ്പർ എന്ന് പറയുമ്പോൾ എത്ര കോടിക്കണക്കിന് തന്മാത്രകളാകാം. അപ്പൊ ഇതിനെ ചൂടാക്കുമ്പോൾ ഈ ദിബന്ധനം മുറിഞ്ഞിട്ട് അതിന്റെ സംയോജകത 2 കാർബണിനും ഇടത്തോട്ടും വലത്തോട്ടും കിട്ടും. ആ 2 വരകളാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതിനെ ക്രോസ് ചെയ്ത് ക്ലോസ് ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ എന്നിട്ട് ആ N എടുത്തിട്ട് റൈറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ അതിനെ വിളിക്കുന്നത് ഈഥീന്റെ തൊട്ട് മുമ്പിൽ പോളി എന്നും കൂടെ ചേർത്താൽ മതി. പോളി ഈഥീൻ എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി പോളിത്തീൻ എന്ന് വിളിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ പോളിത്തീൻ കിട്ടുന്ന ഇത് പോളിമർ ആണ്. അതിനെ പോളിമർ കിട്ടുന്ന ഏത് ഉറവിടമാണോ അതിനെ മോണോമർ എന്ന് വിളിക്കുക. അപ്പൊ പോളിത്തീന്റെ മോണോമർ ഏതാന്ന് ചോദിച്ചാൽ ഈഥീൻ എന്ന് പറയണം. ഇനി ഈഥീൻ എന്ന് പറയുന്ന മോണോമറിന്റെ പോളിമർ ഏതാന്ന് ചോദിച്ചാൽ പോളിത്തീൻ എന്ന് പറയണം. ഓക്കെ, അപ്പൊ മോണോമറും പോളിമറും മനസ്സിലായി. PVC പോളിവിനൈൽ ക്ലോറൈഡ് പ്രധാനപ്പെട്ടതാണ്. PVCയുടെ മോണോമർ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? വിനൈൽ ക്ലോറൈഡ്. ഇനി വിനൈൽ ക്ലോറൈഡിന് പോളിമർ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? PVC. ഇവിടെ നോക്കിയേ, CH2 ഡബിൾ ബോണ്ട് CCl ദിബന്ധനം ഒരെണ്ണം ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു. അത് 2 കാർബണിനൂടെ ആ വര കിട്ടി. കണ്ടോ? ഈ ക്ലോറിനെ അതുപോലെ തന്നെ എഴുതിയിട്ട് ഇടത് വശത്ത് N എടുത്ത് റൈറ്റിൽ എഴുതി. അതാണ് പോളിമർ. ഇത് ടെഫ്ലോൺ, നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിന്റെ ഒക്കെ മുകളിലുള്ളതാണ് ഈ ടെഫ്ലോൺ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ ഈ ടെഫ്ലോൺ എങ്ങനെയാ കിട്ടുന്നത്? അതിന്റെ മോണോമർ ഏതാന്ന് ചോദിക്കും. ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ് മോണോമർ. മുമ്പ് ചെയ്ത പോലെ തന്നെ പോളിമറൈസേഷൻ നടത്തി ഈ രീതിയിലാണ് എഴുതേണ്ടത്. പ്രധാനപ്പെട്ടതാണ്. PVCയുടെ പോളിമർ PVC ആണ്. അപ്പൊ ഇവിടെ മോണോമർ എന്ത് എഴുതും? വിനൈൽ ക്ലോറൈഡ്. PVC പൈപ്പ് ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഉപയോഗങ്ങൾ എഴുതാം. ഈഥീന്റെ പോളിമറിനെ എന്ത് വിളിക്കും? പോളിത്തീൻ. അല്ലെ, ക്യാരി ബാഗുകളൊക്കെ ഉണ്ടാക്കാൻ. ഇനി റബ്ബർ ഉണ്ടല്ലോ, അതായത് പ്രകൃതിദത്ത റബ്ബർ, അത് പോളിമർ ആണ് ശരിക്കും. അതിന്റെ മോണോമറിന്റെ പേര് അവരിവിടെ എഴുതിയിട്ടുണ്ട്, ഐസോപ്രീൻ. പ്രധാനപ്പെട്ടത് ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യപ്പെടാതെ പോകും. ചിലപ്പോൾ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ. അതിന്റെ ഉപയോഗങ്ങൾ റബ്ബർ വെച്ച് എന്തെല്ലാം ഉണ്ടാക്കാം? വാഹനങ്ങളുടെ ടയറുകൾ, ചെരുപ്പുകൾ, എന്തെല്ലാം ഉണ്ട്, ബാഗുകൾ, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. ടെഫ്ലോണിന്റെ മോണോമർ ടെട്രാഫ്ലൂറോ എന്താണ്? ഈഥീന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ടെട്രാഫ്ലൂറോ ഈഥീൻ ആണ്. അതിനെ ടെഫ്ലോൺ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിന്റെ പിടികളും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അടുത്തത് ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനമാണ്. എല്ലാ ഹൈഡ്രോ കാർബൺ, മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ എന്താണെങ്കിലും നമ്മുടെ LPG ഗ്യാസ് അതിലുള്ളതാണ് ഈ മീഥേൻ. അത് വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന 2 സംയുക്തങ്ങളാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും. അതിന്റെ കൂട്ടത്തിൽ താപം കൂടെ വരും. അതാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഈ പ്രവർത്തനത്തെ വിളിക്കുന്നതാണ് ജ്വലനം, കമ്പസ്റ്റൻ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കാം. കണ്ടോ? ബാലൻസ് ചെയ്ത ലൊക്കേഷൻ തന്നെ എഴുതി പഠിക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് C4H10 ബ്യൂട്ടേനെ ഇതുപോലെ ഇതേ രീതിയിൽ ഒന്ന് എഴുതി നോക്കണം. ഓക്സിജനുമായി കൂടിച്ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകും. അതിനെ ബാലൻസ് ചെയ്യുന്നത് എഴുതണം. അടുത്ത താപീയ വിഘടനമാണ്. താപം കൊടുക്കുമ്പോൾ വിഘടിച്ച് ഒരു ആൽക്കീനുമായി മാറുന്ന പ്രവർത്തനമാണ് ഏത്? താപീയ വിഘടനം. ഇവിടെ കണ്ടോ പ്രൊപ്പേൻ. ഈ പ്രൊപ്പേനെ എന്ത് ചെയ്തു? നല്ല പോലെ ചൂടാക്കി കഴിഞ്ഞപ്പോൾ പ്രൊപ്പേനകത്ത് ഈ 3 കാർബൺ അല്ലേ ഉള്ളത്. കിട്ടിയ ഉൽപ്പന്നങ്ങൾ നോക്കിയേ, ഒരു ആൽക്കീനും ഒരു ആൽക്കേനും, 2 കാർബണുള്ള ഒരു ആൽക്കീനും 1 കാർബണുള്ള ഒരു ആൽക്കേനും. അപ്പൊ നമ്മൾ കാർബണും ഹൈഡ്രജനും ഒക്കെ ആരോ മാർഗിന്റെ ലെഫ്റ്റും റൈറ്റും നോക്കാമെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ഇത് താപീയ വിഘടനത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ട് പോവുക. അടുത്തത് ഹെപ്റ്റേൻ. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെപ്റ്റൈനെ നന്നായിട്ട് ചൂടാക്കുക. ഹെപ്റ്റൈൻ എന്ന് പറയുമ്പോൾ 7 കാർബണുള്ള ആൽക്കൈനാണ്. ചൂടാക്കുമ്പോൾ 4 കാർബണുള്ള ബ്യൂട്ടേനും കിട്ടും. 4 3 7 പ്രൊപ്പൈൻ, 3 കാർബണുള്ള ഒരു ആൽക്കീനും ലഭിക്കും. ഇത് രണ്ടെണ്ണം നിങ്ങളൊന്ന് എഴുതി പഠിച്ചിട്ട് പോവുക. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ റിയാക്ഷന്റെയും ചേർത്തിട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡീഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ ആദേശ രാസപ്രവർത്തനം, പോളിമറൈസേഷൻ, ജ്വലനം, അഡീഷൻ എല്ലാം ഇതിനും ചേർത്ത് ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് ഇതുപോലെ എടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാമെങ്കിൽ, നേരത്തെയൊക്കെ ചോദിച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാമെങ്കിൽ ഈ ഒരു ചാർട്ട് അതുപോലെ ചോദിച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഒരുമിച്ച് ചോദിക്കേണ്ട ഒരു 3-4 മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതൊന്നും കൂടി നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഈ ചാർട്ട് തന്നെ വരച്ച് പഠിച്ച് വൃത്തിയായിട്ട് പോവുക. ഇനി ആൽക്കഹോൾ, അതായത് ഓർഗാനിക് സംയുക്തങ്ങൾ ആൽക്കഹോളിനെ എങ്ങനെ നിർമ്മിക്കാമെന്നൊക്കെ ഉള്ളതാണ്. മെഥനോൾ, കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനും ചേർത്തിട്ടാണ് നമ്മൾ മെഥനോൾ നിർമ്മിക്കുന്നത്. ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ആണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇത് ഒരു വിഷവസ്തുവാണ്. സാധാരണ ആൽക്കഹോൾ ചേർക്കുന്ന, നമ്മൾ പറയത്തില്ലേ സ്പിരിറ്റ് ചേർക്കുമെന്നൊക്കെ, അതായത് സാധാരണ എഥനോൾ, ഇതാണ് ആൽക്കഹോൾ മനുഷ്യനൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഈ മെഥനോൾ ചേർക്കുമ്പോഴാണ് അത് വിഷവസ്തുവായി മാറുന്നത്. അളവ് കൂട്ടാൻ വേണ്ടി ചേർക്കും. അപ്പൊ ഇനി നമുക്ക് എഥനോളിനെ പറ്റി പഠിക്കാം. എഥനോളിന്റെ 1-2 ഉപയോഗങ്ങളൊക്കെ, ഒരു ഉപയോഗം അറിയത്തില്ലെങ്കിൽ കെമിസ്ട്രിയിൽ എന്ത് ചോദിച്ചാലും ഇതൊരു ലാബോറട്ടറി റിയേജന്റായി, ലാബോറട്ടറിയിലെ ഒരു രാസവസ്തുവായി ഉപയോഗിക്കുന്നു എന്ന് ഒരെണ്ണം എഴുതി വെക്കുക. പിന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഓർമ്മയുള്ള ഒരെണ്ണം കൂടെ എഴുതിയാൽ നമുക്ക് അതിന്റെ ആൻസർ ആകും. കണ്ടോ? എഥനോൾ ബിവറേജ് ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ എഥനോൾ ഉപയോഗിച്ച് എസ്റ്റർ നിർമ്മിക്കാം. ഇന്ധനമായി ഉപയോഗിക്കുന്നു. മരുന്നുകളുടെ ലായകമാണ്, ഒരു പ്രിസർവേറ്റീവ് ആണ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ വൈൻ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും നമ്മൾ, അല്ലെ? അപ്പോൾ എഥനോളിന്റെ വ്യാവസായിക നിർമ്മാണം
ഇത് ചോദിക്കുന്നുണ്ട്. ഈ വ്യാവസായിക നിർമ്മാണത്തിന് ഒരു പേരുണ്ട്, ഫെർമെന്റേഷൻ എന്നാണ് അതിന്റെ പേര് കേട്ടോ, ഫെർമെന്റേഷൻ. ഇതിൽ നോക്കിക്കേ, ഇതാണ് നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ്. ശരിക്കും മുന്തിരി എടുത്ത് അത് സുക്രോസ് പഞ്ചസാര അല്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു സാധനം ഇടും, ഈസ്റ്റിനകത്ത് 2 എൻസൈം ഉണ്ട്, ഇൻവെർട്ടേസ് സൈമേസ്. ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. അടുത്ത ഘട്ടത്തിൽ ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും സൈമേസ് എന്ന് പറയുന്ന രണ്ടാമത്തെ എൻസൈം എഥനോൾ ആക്കി മാറ്റും. കൂടെ ഒരാളും കൂടെ കിട്ടും, എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് വൈനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വാതകം പുറത്തേക്ക് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വേറൊരു കാര്യം, ഇത് നല്ല ലൈറ്റിന്റെ പ്രകാശത്തിൽ ഇത് നടക്കത്തില്ല, ഇരുട്ടത്ത് മാറ്റിയൊക്കെ വെക്കുന്നത്. ഇത് ഇരുട്ടിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണിത്, ഫെർമെന്റേഷൻ എന്ന പേരിൽ അറിയപ്പെടും. ഇനി 8 മുതൽ 10% വരെയുള്ള ആൽക്കഹോളിനെ വാഷ് എന്നറിയപ്പെടും. ഈ ഒരു പാരഗ്രാഫ് ശരിക്കും പഠിച്ചോട്ടോ, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. 95.6% വീര്യമുള്ളതിനെ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇനി മദ്യപാനത്തിന് വേണ്ടി നമ്മളിപ്പോ ലാബിലേക്കൊക്കെ എന്തെങ്കിലും സ്പിരിറ്റ് ഒക്കെ ആയിട്ട് ആൽക്കഹോൾ വരണമെന്നുണ്ടെങ്കിൽ അതിനെ വിഷം പദാർത്ഥം ചേർത്തിട്ടാണ് നമുക്കത് കിട്ടുന്നത്. എന്ന് പറയുമ്പോൾ മെഥനോൾ ഒക്കെ ചേർത്ത് ബയോസോൾ, മെഡിസോൾ എന്നൊക്കെ രൂപത്തിൽ കിട്ടും. അപ്പൊ അതിനെ നമ്മൾ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാണ് കിട്ടുന്നത്. എന്തിനാ അങ്ങനെ എടുത്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും എടുത്തത് ആൽക്കഹോൾ ആണെന്ന് വിചാരിച്ച് കുടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ അത് ഡീനേച്ചർ ചെയ്ത സ്പിരിറ്റ് ആണ്. ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ മെഥനോൾ ആണ് അതിനകത്തിലെ ചേർക്കുന്ന വിഷമുള്ള പദാർത്ഥം, മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്നൊക്കെ പറയും. ഇനി 99%-ലധികം ശുദ്ധമായ എഥനോളിനെ വിളിക്കുന്നതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. പവർ ആൽക്കഹോൾ എന്താണെന്ന് ചോദിക്കാം, അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ. ഇനി കുറച്ച് കാർബോക്സിലിക് ആസിഡുകളാണ്. അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് നിങ്ങൾ പഠിച്ചു, COOH എന്നറിയാം. അപ്പോൾ അതിൽ 5 മുതൽ എന്താ വിനാഗിരി എന്ന് ചോദിക്കാം കേട്ടോ. 5 മുതൽ 8% വരെ വീര്യമുള്ള എഥനോയിക് ആസിഡ് ആണ് എന്ത്, അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി. എഥനോയിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെഥനോളിനെ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചിട്ട് ഒരു പ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിപ്പിച്ചിട്ടാണ് അസറ്റിക് ആസിഡ്, നിങ്ങൾ പറയത്തില്ലേ സുർക്കാന്ന്, അത് തന്നെ. അപ്പൊ നമ്മൾ അച്ചാറൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന അസറ്റിക് ആസിഡ്, വിനാഗിരി എന്ന് പറയുന്ന ഇതാണ് എഥനോയിക് ആസിഡ്, CH3COH. റയോണിന്റെ നിർമ്മാണം റബ്ബർ സിൽക്ക് വ്യവസായത്തിൽ ആഹാര സാധനം സൂക്ഷിച്ചു വെക്കാനുള്ള പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കും. എസ്റ്റർ, കെമിസ്ട്രിയിൽ ആകെ മണം ഉള്ള ഒറ്റൊരു സാധനമേ ഉള്ളൂ എസ്റ്ററുകൾ. അതിലെ എങ്ങനെയാണ് എസ്റ്ററിഫിക്കേഷൻ ആ പ്രവർത്തനത്തെ വിളിക്കുന്നത്, എങ്ങനെയാണ് ഇത് ലഭിക്കുന്നതെന്ന് നോക്കാം. അതായത് ഒരു ആസിഡും ഒരു ആൽക്കഹോളും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എസ്റ്ററും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. ആ പ്രവർത്തനത്തെയാണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഭാഗം പഠിച്ചിട്ട് പോവുക കേട്ടോ. എസ്റ്ററിഫിക്കേഷൻ എന്താണ്? അപ്പൊ ഇവിടെ നോക്കിയ ഒരു ആസിഡ് എടുത്തിട്ടുണ്ട്, എഥനോയിക് ആസിഡ്, എഥനോളുമായിട്ട് ചേർത്ത് ഇവിടെ കണ്ടോ, എഥനോയിക് ആസിഡിൽ നിന്ന് OH എഥനോളിൽ നിന്ന് H കൂടെ ചേർന്നിട്ട് H2 അങ്ങ് പോകും. ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്ത് എഴുതിയാൽ മതി, അതൊരു എസ്റ്റർ ആയിരിക്കും. ആ എസ്റ്ററിന്റെ പേര് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഒരു പ്രാവശ്യം പേര് ചോദിച്ചിരുന്നു, ഈഥൈൽ എഥനോയേറ്റ് എന്നാണ് എസ്റ്ററിന്റെ പേര്. ഇനി ചിലപ്പോൾ എസ്റ്ററിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാന്ന് ചോദിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് COO, മറന്നു പോകരുത്. ഒരുപാട് ഫംഗ്ഷൻ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു, പക്ഷേ എസ്റ്ററിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് നമ്മൾ ഇപ്പോഴാണ് പഠിക്കുന്നത്. COO, ഒരു H കൂടെ ചേർന്നാൽ അതെന്താവും, ഏതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആകും, കാർബോക്സിലിക് ആസിഡിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആകും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആസിഡുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. നന്നായി പരീക്ഷ എഴുതി ഫുൾ A+ വാങ്ങിക്കുക. ഓക്കെ.